ആസ് യു ആർ ദ ഫസ്റ്റ് CEO ഓഫ് കേരള ലൈഫ് സയൻസ് ഇൻഡസ്ട്രീസ് പാർക്ക്, സാറിൻ്റെ യുണീക്ക് ആയിട്ടുള്ള കാഴ്ചപ്പാട് എന്താണ്? അതുപോലെ ബയോ 360 എന്തൊക്കെ എൻവിഷൻ ചെയ്യുന്നുണ്ട്? നമുക്ക് ഈ പാർക്കിനകത്ത് തന്നെ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ലൈഫ് സയൻസ് മേഖലയുള്ള സമൂലമായ എല്ലാ ഒരു 360 ഡയമെൻഷൻ. അതാണ് ആ 360 എന്നുള്ള പേര് വന്നതിൻ്റെ ഒരു മേജർ റീസൺ അതാണ്. ഒരുപാട് വെർട്ടിക്കൽസ് ഉണ്ടല്ലോ, അപ്പം നമ്മൾ പ്രൈമറി ഫോക്കസ് ഏരിയസ് ആയിട്ട് ഏതൊക്കെയാണ്? പ്രൈമറി ഫോക്കസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കേരളത്തിൻ്റെ ഔട്ട്പുട്ട് നോക്കുവാണെങ്കിൽ മെഡിക്കൽ ഡിവൈസസ് ആണ് നമ്മുടെ കോർ സ്ട്രെങ്ത്. ഈ ട്രിവാൻഡ്രം ക്ലസ്റ്റർ എന്ന് പറയുമ്പം ഈ ക്ലസ്റ്ററിൻ്റെ ഒരു കോറായിട്ട് വരുന്നത് ഈ ബയോസിറ്റി ലൈഫ് സയൻസ് പാർക്ക്. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ബാക്കി എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും വരുന്നത് തന്നെ. ഇതിൻ്റെ ഒരു 20-25 കിലോമീറ്റർ റേഡിയസിലാണ് ശ്രീത്ര രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഉണ്ട്, CSR നിസ്റ്റ് ഉണ്ട്, ഐസർ ഉണ്ട്. പിന്നെ ഇതുകൂടാതെ തന്നെ HLL ലൈഫ് കെയർ ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലയിലുള്ള ഒരു സ്ഥാപനമാണ് HLL ലൈഫ് കെയർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻവിട്രോ ഡയഗ്നോസ്റ്റിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി അഗാപ്പെ ഡയഗ്നോസ്റ്റിക്സ്, അത് കേരളത്തിലാണുള്ളത്. ഇന്ത്യയിലെ മാത്രമല്ല ഏഷ്യയിലെ പല നമ്പർ 1 കേരളത്തിലാണുള്ളത്. ഇൻക്യുബേഷനേക്കാളും കൂടുതൽ ഒരു ആക്സലറേഷൻ ആണ്. ഇപ്പം നമ്മളിപ്പം DNA സെന്റേഴ്സ് നമ്മളോട് പ്ലാൻ ചെയ്യുന്നത് ഡെവലപ്പ് നെറ്റ്വർക്ക് ആക്സലറേറ്റ്. അതാണ് DNA സെന്റേഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മുടെ ഇൻക്യുബേഷൻ സെന്റർ പൂർണ്ണതോതിലാവുന്നതോടുകൂടി എല്ലാവരും DNA സെന്റേഴ്സ് ആയിട്ട് മാറും. നേരിട്ട് അടുത്തൊരു 15-20 മന്ത്സിനുള്ളിൽ 1000 തൊഴിലവസരങ്ങൾ ഡയറക്റ്റായിട്ട് ഈ മേഖലയിൽ തന്നെ സൃഷ്ടിക്കപ്പെടും. 3,000-5,000 ഡയറക്റ്റ് എംപ്ലോയ്മെന്റിലേക്കാണ് നമ്മൾ ലക്ഷ്യം പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പം തീർച്ചയായും ഈ മേഖലകളിൽ പഠിച്ചിറങ്ങുന്നവർ മുന്നോട്ട് വേറെ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ വേറെ സംസ്ഥാനങ്ങളിൽ പോകേണ്ട സാഹചര്യം വരത്തില്ല. Welcome to Health Commune, where we are shaping a healthier world by bridging the knowledge gap between people, doctors, and the healthcare industry, empowering better health for all. 2020 സ്ഥാപിതമായ KSIDC അനുബന്ധ സ്ഥാപനമായ കേരള ലൈഫ് സയൻസസ് ഇൻഡസ്ട്രീസ് പാർക്കിന്റെ ആദ്യ CEO ഡോക്ടർ പ്രവീൺ KS ഇന്ന് ഞങ്ങളോടൊപ്പം ചേരുന്നു. തിരുവനന്തപുരത്തെ RGCBയിൽ നിന്ന് ബയോടെക്നോളജിയിൽ PhD നേടിയ അദ്ദേഹം പിന്നീട് സ്വീഡനിലെ ഗോതൻബർഗ് സർവകലാശാലയിൽ പോസ്റ്റ് ഡോക്ടറൽ ഗവേഷണം നടത്തി. MR ദാസ് കരിയർ അവാർഡും DST SCRB രാമാനുജൻ ഫെലോഷിപ്പും നേടിയ അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തെ വയലൂർ ഗ്രാമത്തിലുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ ലൈഫ് സയൻസ് പാർക്കായ ബയോ 360 നയിക്കുന്നു. വെൽക്കം ടു ഹെൽത്ത് കമ്മ്യൂൺ ഡോക്ടർ പ്രവീൺ. കേരളത്തിൻ്റെ ലൈഫ് സയൻസസ് സെക്ടറിന് യുണീക്ക് ആയിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ചലഞ്ചസും ഉണ്ട്. സോ ആസ് യു ആർ ദ ഫസ്റ്റ് CEO ഓഫ് കേരള ലൈഫ് സയൻസ് ഇൻഡസ്ട്രീസ് പാർക്ക്, സാറിൻ്റെ യുണീക്ക് ആയിട്ടുള്ള കാഴ്ചപ്പാട് എന്താണ്? അതുപോലെ ബയോ 360 എന്തൊക്കെ എൻവിഷൻ ചെയ്യുന്നുണ്ട്? കേരള ലൈഫ് സയൻസ് ഇൻഡസ്ട്രീസ് പാർക്ക് ഗവൺമെൻറ് 2020 ഫോം ചെയ്ത ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അത് ആദ്യം KSIDCയുടെ കീഴിലായിരുന്ന ഒരു പാർക്ക് പിന്നീട് അതൊരു ഒരു ഡെഡിക്കേറ്റഡ് സബ്സിഡറി കമ്പനിയായിട്ട് മാറുക ചെയ്ത്. അപ്പോൾ അത് ഗവൺമെൻറ് ഫോം ചെയ്യാനുണ്ടായൊരു സാഹചര്യം എന്ന് പറയുന്നത് ഇതൊരു വലിയ സാധ്യതയുള്ളൊരു മേഖലയാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് സ്കിൽഡ് മാൻ പവർ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെമ്പാടുമുള്ള സ്കിൽഡ് മാൻ പവർ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള പ്രൊഫഷണൽസാണ് വർക്ക് ചെയ്യുന്നത് ഈ മേഖലയിൽ. ബയോടെക് ആണെങ്കിലും ഫാർമ ആണെങ്കിലും മെഡിക്കൽ ഡിവൈസസ് ആണെങ്കിലും അഗ്രി ബയോടെക് ആണെങ്കിലും എനിത്തിങ് ദാറ്റ് കംസ് അണ്ടർ ലൈഫ് സയൻസ് സ്കിൽഡ് മാൻ പവർ വരുന്നതിൻ്റെ ഒരു മേജർ ശതമാനം വരുന്നത് കേരളത്തിൽ നിന്നുള്ളതാണ്. അത് ഏത് ലെവലിലാണെങ്കിലും എൻട്രി ലെവലിലാണെങ്കിലും അഡ്വാൻസ് സീനിയർ മാനേജർ ലെവലിലാണെങ്കിലും CEO ലെവൽസിലാണെങ്കിലും ഈ അതിൻ്റെ ഒരു ഇത് വരുന്ന പ്രൊഫഷണൽസ് വരുന്നത് നമ്മുടെ മേഖലയാണ്. ഇത് കൂടാതെ തന്നെ ക്വാളിറ്റി ഓഫ് ട്രെയിനിങ് ഹാപ്പൻസ് ഇൻ ദ സ്റ്റേറ്റ്. അപ്പോൾ ഇതിനൊരു വലിയ സാധ്യതയുള്ളൊരു മേഖലയായി ലൈഫ് സയൻസ് സെക്ടർ. അപ്പം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി ഇതിനു വേണ്ടി ഫോം ചെയ്തത്. കേരള ലൈഫ് സയൻസ് ഇൻഡസ്ട്രീസ് പാർക്ക് എന്ന് പറഞ്ഞാൽ 2020 ഫോം ചെയ്തത്. ആക്ച്വലി ഇതിൻ്റെ പാർക്ക് ലൈഫ് സയൻസ് ഇൻഡസ്ട്രീസ് പാർക്ക് എന്ന് പറഞ്ഞൊരു ഒരു കോൺസെപ്റ്റിൽ പാർക്ക് ആദ്യമേ തന്നെ KSIDC കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിൽ പാർക്ക് ലൈഫ് സയൻസ് ഇൻഡസ്ട്രീസ് പാർക്ക് ആദ്യമേ ഉണ്ടായിരുന്നെങ്കിലും അതൊരു പൂർണ്ണ തോതിൽ അതിൻ്റെ പ്രവർത്തനക്ഷമമാവുന്ന കമ്പനി ഫോം ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ ശരിക്കും കേരള ലൈഫ് സയൻസ് ഇൻഡസ്ട്രീസ് പാർക്കിൻ്റെ കീഴിലുള്ള കേരളത്തിലെ ആദ്യത്തെ ലൈഫ് സയൻസ് ഇൻഡസ്ട്രീസ് പാർക്കായി ബയോ 360 ലൈഫ് സയൻസ് പാർക്ക്. ഇപ്പോൾ ക്ലിപ്പ് എന്ന് പറയുന്ന കമ്പനിയുടെ ഫസ്റ്റ് പാർക്കാണ് ഈ ലൈഫ് സയൻസ് ഇൻഡസ്ട്രീസ് പാർക്ക്. അപ്പോൾ ഈ കേരള ലൈഫ് സയൻസ് ഇൻഡസ്ട്രീസ് പാർക്ക് KSIDCയുടെ ഒരു സബ്സിഡറി കമ്പനിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വരുന്നത് 51% KSIDC എന്ന് പറയുന്ന മേജർ കമ്പനി, 26% ഗവൺമെൻറ് ഓഫ് കേരളയും 23% കിൻഫ്രയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പാർക്കിനകത്ത് തന്നെ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ലൈഫ് സയൻസ് മേഖലയുള്ള സമൂലമായ എല്ലാ ഒരു 360 ഡയമെൻഷൻ. അതാണ് ആ 360 എന്നുള്ള പേര് വന്നതിൻ്റെ ഒരു മേജർ റീസൺ അതാണ്. ഇപ്പോൾ ലൈഫ് സയൻസ് മേഖലയിലുള്ള ഏത് തരത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യ വികസനം മുതൽ ഒരു ലാർജ് സ്കെയിൽ മാനുഫാക്ചറിംഗിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായും ഈ പാർക്കിനകത്ത് വന്നാൽ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരുക്കുക എന്നുള്ളതാണ് പ്രാഥമികമായ ദൗത്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബേസിക്കലി ഇപ്പോൾ നമുക്കറിയാം ലൈഫ് സയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് R&D ബാക്കിംഗ് വേണ്ട ഒരു ഇൻഡസ്ട്രിയാണ്. മറ്റ് മേഖലകളെ അപേക്ഷിച്ച് ഒത്തിരി ഒരു R&D ബാക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവൻ സ്റ്റാർട്ടപ്പുകൾക്ക് പോലും മുന്നോട്ട് വരാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ
എൻവിഷൻ ചെയ്തിരിക്കുന്നത് ഒരു ഇൻഡസ്ട്രീസും R&D ഇൻസ്റ്റിറ്റ്യൂട്ട്സും സ്റ്റാർട്ടപ്സും എല്ലാം കൂടെ ചേർന്നൊരു ക്ലസ്റ്ററായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് എല്ലാവരും കൂടെ ചേരുമ്പോൾ മാത്രമേ, അതായത് ഐഡിയ ജനറേഷൻ മുതൽ അത് ഇൻഡസ്ട്രിയിലേക്ക് പോകണം, വരെ എത്തണം. അപ്പോൾ നമ്മൾ ഈ ഒരു പാർക്കിലേക്ക് എത്തുമ്പോൾ ഒരു ഐഡിയ ആയിട്ട് എത്തുന്ന ഒരാൾക്ക് തിരിച്ചൊരു ഇൻഡസ്ട്രി ആയിട്ട് മെച്ചർ ചെയ്യാൻ പറ്റുന്ന എല്ലാ സാഹചര്യവും നമ്മളിവിടെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി R&D ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ തന്നെ ഇപ്പം മനസ്സിലാക്കിയിട്ടുണ്ട്, നമുക്ക് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, സെൻറ്റർ ഫോർ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഉണ്ട്, സെൻറ്റർ ഫോർ മോളിക്കുലർ ബയോന്റെ പുതിയ ക്യാമ്പസ് വരുന്നുണ്ട്, CSIR NISTന്റെ പുതിയ ക്യാമ്പസ് വരുന്നുണ്ട്. ഇതെല്ലാം വിഭിന്നമായ ഡൈവേഴ്സിഫൈഡ് ഫീൽഡിലുള്ള ഇതാണ്. അപ്പം ലൈഫ് സയൻസ് എന്ന് നമ്മൾ പൊതുവിൽ പറഞ്ഞാലും ഓരോന്നിൻ്റെ R&D ലാൻഡ്സ്കേപ്പ് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് വെർട്ടിക്കൽസ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ പ്രൈമറി ഫോക്കസ് ഏരിയസ് ആയിട്ട് ഏതൊക്കെയാണ് ടാർഗറ്റ്? പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൻ്റെ ഔട്ട്പുട്ട് നോക്കുവാണെങ്കിൽ മെഡിക്കൽ ഡിവൈസസ് ആണ് നമ്മുടെ കോർ സ്ട്രെങ്ത്. ഇപ്പോൾ ഇന്ത്യയിൽ ഏകദേശം ഒരു 16-17% ഓളം മാനുഫാക്ചറിങ് ഔട്ട്പുട്ട് വരുന്നത്, മെഡിക്കൽ ഡിവൈസിൽ മാനുഫാക്ചറിങ് ഔട്ട്പുട്ട് വരുന്നത് കേരളത്തിൽ നിന്ന്. ഇന്ത്യയിൽ 900 രജിസ്റ്റേർഡ് മെഡിക്കൽ ഡിവൈസസ് കമ്പനീസ് ഉള്ളതിൽ ഏകദേശം ഒരു 85-90 കേരളത്തിലുള്ള കമ്പനീസാണ്. ഈ കമ്പനീസാണ് ഈ 16-17% ഔട്ട്പുട്ടിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, രജിസ്റ്റേർഡ് കമ്പനീസ്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ കേരളത്തിലെ തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ തെരുമോ പെൻപോൾ കേട്ടിട്ടുണ്ടാകും. ബ്ലഡ് ബാഗ്സ്, ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ്സ് ഉണ്ടാക്കുന്നത് ഈ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. നമ്മുടെ പാർക്കിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ മാറിയാണ് അവിടെ ക്യാമ്പസ് ഇരിക്കുന്നത്. അതേപോലെ ഡെന്റ് കെയർ എന്ന് പറഞ്ഞാൽ ഡെന്റൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത് അത് കോട്ടയം മൂവാറ്റുപുഴ. അവർ വേറെ എവിടെയും ബ്രാഞ്ച് ഔട്ട് ചെയ്തിട്ടില്ല. ഇതും ലോകത്തിൽ രണ്ടാമത്തെ വലിയ, ഗ്ലോബലി അവർക്ക് എക്സ്പോർട്ട് ഉണ്ട്. ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ കമ്പനിയാണ്. ഇതെല്ലാം കേരളത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതേപോലെ സിന്തൈറ്റ്, ഒലിസിൻസ്, സ്പൈസസ് എന്നുള്ള എക്സ്ട്രാക്ഷൻ ഉണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ്. അപ്പോൾ ഇത് നമ്മൾ കൊച്ചു കേരളം എന്ന് പറയുമ്പോഴും കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. എന്നാൽ നമ്മളത് അംഗീകരിക്കപ്പെടാനും തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരു മേഖലയാണ്. അപ്പം ഈ ട്രിവാൻഡ്രം ക്ലസ്റ്റർ എന്ന് പറയുമ്പം ഈ ക്ലസ്റ്ററിൻ്റെ ഒരു കോറായിട്ട് വരുന്നത് ഈ ബയോഫിസിറ്റി ലൈഫ് സയൻസ് പാർക്ക്. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ബാക്കി എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും വരുന്നത് തന്നെ. ഇതിൻ്റെ ഒരു 20-25 കിലോമീറ്റർ റേഡിയസിലാണ് ശ്രീത്ര, നാഷണലി റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ശ്രീത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഉണ്ട്, CSIR NIST ഉണ്ട്, ഐസർ ഉണ്ട്. പിന്നെ ഇതുകൂടാതെ തന്നെ HLL ലൈഫ് കെയർ ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലയിലുള്ള ഒരു സ്ഥാപനമാണ് HLL ലൈഫ് കെയർ. അപ്പോൾ ഇത്രയും വളരെ ഒരു റോബസ്റ്റും വൈബ്രൻറ്റും ആയിട്ടൊരു എക്കോസിസ്റ്റത്തിൻ്റെ ഒരു എപ്പിസെൻ്ററാണ് ബയോഫിസിറ്റി ലൈഫ് സയൻസ് പാർക്ക്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എൻ്റർപ്രണർ ആകാൻ, ലൈഫ് സയൻസ് മേഖല എൻ്റർപ്രണർ ആകാൻ താല്പര്യമുള്ളവർക്കും ആശയമുള്ളവർക്കും പറ്റിയ ഒരു എൻവയോൺമെൻറ്റാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി പാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ പാർക്ക് 200 ഏക്കർ ക്യാമ്പസാണ്, phase 1 phase 2 ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ R&D ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് മുമ്പ് പറഞ്ഞ പോലെ തന്നെ R&D ഇൻസ്റ്റിറ്റ്യൂട്ട്സിനും നമ്മളിവിടെ കൊണ്ടുവരുന്നത്. R&D ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റാർട്ടപ്പുകൾക്കൊന്നും വൻ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട ഒരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടെസ്റ്റിംഗ്, അക്രഡിറ്റേഷൻ, പ്രോട്ടോടൈപ്പിംഗ് ഇതെല്ലാം ചെയ്യണമെങ്കിൽ സ്റ്റാർട്ടപ്പുകൾക്ക് ചിലപ്പം ചെയ്യാൻ സാധിച്ചെന്ന് വരത്തില്ല. അപ്പോൾ അതെല്ലാം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുമായിട്ട് ടൈപ്പ് ചെയ്യുന്നതോടുകൂടി അവർക്കതെല്ലാം സാധിക്കും. അപ്പോൾ അവർക്ക് വേണ്ട ഇപ്പോൾ ലൈഫ് സയൻസിൻ്റെ ഏത് മേഖലയിലുള്ളവർ വന്നാലും അത് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കൂടാതെ നമ്മളൊരു ഡെഡിക്കേറ്റഡ് മെഡിക്കൽ ഡിവൈസ് പാർക്കിൻ്റെ കൺസ്ട്രക്ഷനിലുമാണ് മെഡ്സ് പാർക്ക്. മെഡ്സ് പാർക്ക് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ കോർ, ഇപ്പം തമിഴ്നാട് എന്ന് പറയാം ഓട്ടോമേറ്റീവ് ആണ് അവരുടെ കോർ എന്ന് പറയുന്ന പോലെയാണ് കേരളത്തിന് ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ ഡിവൈസസ് നമ്മുടെ ഒരു കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻവിട്രോ ഡയഗ്നോസ്റ്റിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി അഗാപ്പെ ഡയഗ്നോസ്റ്റിക്സ്, അത് കേരളത്തിലാണുള്ളത്, എറണാകുളം. അപ്പോൾ ഇന്ത്യയിലെ പല നമ്പർ 1 കേരളത്തിലാണ്. ഇന്ത്യയിലെ മാത്രമല്ല ഏഷ്യയിലെ പല നമ്പർ 1 കേരളത്തിലാണ്. ഒരു ബ്രാൻഡ് കേരള, മെഡിക്കൽ ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളമാണ് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു വാസ്തവം. പക്ഷെ നമ്മളത് ബ്രാൻഡ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അതിന് കൂടുതൽ ശക്തിപ്പെടുത്തണമെങ്കിൽ ഈ പറയുന്ന മെഡിക്കൽ ഡിവൈസ് പാർക്ക് വരുന്നതോടുകൂടി അത് കുറച്ചും കൂടെ കൂടുതൽ സ്ട്രെങ്തൻ ആവും, വിസിബിലിറ്റി കൂടും. പിന്നെ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, ഇപ്പോൾ ടെസ്റ്റിംഗ് അക്രഡിറ്റേഷനാണ്. ഇപ്പം CE സർട്ടിഫിക്കേഷൻ, BA സർട്ടിഫിക്കേഷനൊക്കെ വേണമെങ്കിൽ ഒരു അക്രഡിറ്റഡ് ലാബ്സ് വേണം, GMP ഫെസിലിറ്റീസ് വേണം. അങ്ങനെയുള്ള കുറേ സ്റ്റാൻഡേർഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രോട്ടോടൈപ്പ് ചെയ്യുന്നവർക്ക് അതിനൊരു ട്രാൻസ്ലേറ്റ് ചെയ്ത് കമേഴ്സ്യൽ ലെവലിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സപ്പോർട്ട് മെഡിക്കൽ ഡിവൈസ് പാർക്കിൽ കൊടുക്കും. അപ്പോൾ അത് പൂർണ്ണ തോതിൽ പ്രവർത്തനമാവുന്നതോടുകൂടി തന്നെ കൂടുതൽ സ്റ്റാർട്ടപ്പ്, ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ലൈഫ് സയൻസ് സ്റ്റാർട്ടപ്പുകൾ വരുന്നത് കൂടുതലും മെഡിക്കൽ ഡിവൈസസിലാണ് വരുന്നത്. അപ്പോൾ പാർക്കിൽ തന്നെ കൂടുതൽ കമ്പനീസ് മെഡിക്കൽ ഡിവൈസ് മേഖലയിൽ നിന്നുള്ള കമ്പനീസാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അത് തന്നെ കാണിക്കുന്നത് കേരളത്തിൻ്റെ എക്കോസിസ്റ്റം ഈസ് റോബസ്റ്റ് ഫോർ മെഡിക്കൽ ഡിവൈസസ് എന്ന്. പക്ഷേ എങ്കിൽ പോലും മറ്റ് മേഖലയിൽ നിന്ന്, ഇപ്പോൾ മൈക്രോബയോം മേഖലയിൽ നിന്നൊക്കെ നമുക്ക് പുതിയ സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട്. പക്ഷെ കേരളത്തിൻ്റെ ഒരു
കോർ സ്ട്രെങ്ത് മെഡിക്കൽ ഡിവൈസസിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പാർക്കിനകത്ത് തന്നെ ഒരു ഡെഡിക്കേറ്റഡ് ഫെസിലിറ്റി അതിനകത്ത് ചെയ്യുന്നത്. പാർക്കിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനം ഏകദേശം ഒരു 50 to 60% പൂർത്തിയായിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഈ phase 1 phase 2 ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്ത് തരാമോ? എന്തൊക്കെയാണ് ഇപ്പോൾ കറൻ്റ്ലി ഓപ്പൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ്, ഇനി വരാൻ പോകുന്ന നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന മെഡ്സ് പാർക്ക് കൂടാതെ കുറേ അധികം ഫെസിലിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ phase 1 phase 2 എന്ന് പറയുമ്പോൾ രണ്ടിലും പ്രകടമായ വ്യത്യാസമൊന്നുമില്ല. അത് ലാൻഡ് അക്വിസിഷന് നമ്മുടെ പൊസഷനിലേക്ക് വരുന്നതിന് നമ്മളൊരു വ്യത്യാസമാണ് അതിനകത്തുള്ളത്. പക്ഷേ phase 1 ആണ് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഓപ്പറേഷണലൈസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിലാണ് ഇപ്പോൾ ഈ ആദ്യം പറഞ്ഞ പോലെ ഒരു സൈഫൈ ക്ലസ്റ്റർ ഇൻഡസ്ട്രീസും ഇൻസ്റ്റിറ്റ്യൂട്ട്സും സ്റ്റാർട്ടപ്സും MSMEസും എല്ലാം കൂടെ ചേരുന്ന ക്ലസ്റ്റർ അതിൻ്റെ ഒരു ഷേപ്പായി വരുന്നത് phase 1 അപ്പോൾ phase 2 ഇപ്പോൾ നമ്മളിപ്പോൾ CSIR NISTൻ്റെ പുതിയ ക്യാമ്പസ് വരുന്നത് phase 2 അപ്പോൾ അതും വരുന്നതോടുകൂടി കൂടുതൽ തോതിലുള്ള കമ്പനികൾ ആ ഭാഗത്തേക്കും വരും. എല്ലാം പാർക്കിന് തൊട്ടടുത്ത് എല്ലാം ഒരു വലിയ ക്യാമ്പസാണ്. phase 1 എന്ന് പറയുന്നത് ആദ്യമേ നമ്മൾ അക്വയർ ചെയ്ത് ഒരു മാസ്റ്റർ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ പദ്ധതി പൂർത്തീകരിച്ച് ലാൻഡ് അലോട്ട്മെൻറ്റും മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും phase 1 ആണ്. ഇപ്പോൾ phase 2ൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വരും മാസങ്ങളിൽ തന്നെ അതും പൂർണ്ണ തോതിൽ പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങും. അപ്പോൾ രണ്ടിലും നമ്മൾ ലാൻഡ് അലോട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ലാൻഡ് അലോട്ട്മെൻറ്റ് വാല്യൂവിൽ വ്യത്യാസമുണ്ട് phase 1 phase 2. ഇപ്പോൾ phase 1 ഇപ്പോൾ നമ്മളൊരു എയർലി ബേർഡ് ഓഫറിൽ സബ്സിഡൈസ്ഡ് റേറ്റിൽ 1.87 crore ആണ് പെർ ഏക്കർ ലാൻഡ് വാല്യൂ ചാർജ് ചെയ്യുന്നത്. പക്ഷേ phase 2 പോകുമ്പോൾ അത് ഏകദേശം 4.87 crore ആവുന്നുണ്ട്. കാര്യം ഇത് അക്വിസിഷൻ നടപടികൾ പൂർത്തീകരിച്ചത് ഒരു വലിയ കാലയളവിൻ്റെ വ്യത്യാസമുണ്ട്. ഒരു 10 to 12 years ഗ്യാപ്പിലാണ് നമ്മൾ രണ്ടിൻ്റെ ലാൻഡ് അക്വിസിഷൻ നടപടികൾ പൂർത്തീകരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വ്യത്യാസം വന്നത്. ഏർലി ബേർഡ് ഇൻസെന്റീവ് ഓഫർ ഒക്കെ phase 2 വാലിഡ് അല്ല. ലാൻഡിന്റെ ഇൻസെന്റീവ് ഓഫർ phase 2 വാലിഡ് അല്ല. ലാൻഡ് വാല്യൂന്റെ അത് ഒരുപക്ഷെ റിവിഷനിലേക്ക് phase 1 പോയേക്കാം. നിലവിൽ ഏർലി ബേർഡ് ഓഫർ ഇപ്പോൾ ഉണ്ട്. പക്ഷെ അതിലും ലാൻഡ് അവൈലബിലിറ്റി ഇപ്പോൾ പലതും ഇപ്പോൾ നമുക്കിപ്പം റീസെന്റ് ആയിട്ട് ഞങ്ങളൊരു ബയോകണക്ട് കേരളത്തിന്റെ ഷോക്കേസിനെ നമ്മൾ ഷോക്കേസ് ചെയ്യുന്നൊരു ഇവന്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവഴി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പലർക്കും അറിയില്ല ലോകത്തിലെ പല നമ്പർ 1 കമ്പനീസും അല്ലെങ്കിൽ ഏഷ്യയിലെ നമ്പർ 1 കമ്പനീസും കേരളത്തിലാണ് ഉള്ളതെന്നുള്ളത്. ഒരുപക്ഷെ മലയാളികൾക്ക് തന്നെ ചിലപ്പം ധാരണ ഉണ്ടാവില്ല. ടെക്നോ പാർക്ക് ഒക്കെ കുറച്ചും കൂടെ കേട്ട് പരിചയമുണ്ട്. ലൈഫ് സയൻസസ് പാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ആളുകൾ ഇപ്പോഴും എന്താ സയൻസ് പാർക്ക് എന്ന് കേൾക്കുമ്പോൾ അവരുടെ തോട്ട് പ്രോസസ്സും വേറെ രീതിയിലാണ്. ടെക്നോ പാർക്കിന് ഒരുപക്ഷെ പ്രാരംഭ ദിശയിൽ ഉണ്ടായ അതേ പ്രശ്നങ്ങൾ തന്നെയാണ് ലൈഫ് സയൻസ് പാർക്ക്. അതായത് നമ്മളൊരു ഇപ്പോൾ ഫസ്റ്റ് ആയിട്ടുള്ള ചലഞ്ചസും അത് തന്നെയാണ്. നമുക്ക് യു ഡോണ്ട് ഹാവ് ദ റോഡ് അഹെഡ്. അപ്പം നമ്മൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മൾ തന്നെ വി ഷുഡ് എൻവിഷൻ എന്തൊക്കെയാണ് റിക്വയർമെന്റ് സ്റ്റേറ്റിന് വേണ്ടത്. പാർക്ക് എന്നുള്ള രീതിയിൽ മാത്രം നമ്മുടെ റിക്വയർമെന്റ് നിൽക്കുന്നില്ല. സ്റ്റേറ്റിന്റെ റിക്വയർമെന്റ് എന്താണ്, നമ്മുടെ കേപ്പബിലിറ്റീസ് എന്താണെന്ന് ഐഡന്റിഫൈ അനുസരിച്ച് അതിനെ ഒരു ലിവറേജ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഫാർമ കമ്പനീസും ഒക്കെ ഉണ്ടെങ്കിലും സ്റ്റേറ്റിന് ഇപ്പോൾ മെഡിക്കൽ ഡിവൈസസ് ആണ് നമ്മുടെ കോർ കേപ്പബിലിറ്റി, നമ്മുടെ സ്ട്രെങ്ത്തും നമ്മൾ പ്രൂവണുമായിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് മാക്സിമം ലിവറേജ് എടുക്കുക എന്നുള്ളതാണ്. ഇനി എനിക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇതിൽ ഇപ്പം സ്റ്റാർട്ടപ്സ് അല്ലെങ്കിൽ ഇപ്പം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനീസ് ഇവരെയൊക്കെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ തരത്തിലുള്ള ഫെസിലിറ്റീസാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് Bio360? ഫോർ എക്സാമ്പിൾ സ്റ്റാർട്ടപ്സോ അല്ലെങ്കിൽ ഏർലി സ്റ്റേജ് ഇന്നോവേറ്റേഴ്സോ, എനിക്കൊരു സോളിഡ് ഐഡിയ ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊരു പ്രോട്ടോടൈപ്പ് ഉണ്ട്, ഏത് രീതിയിലൊക്കെ എന്നെ നർച്ചർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഈ Bio360 അപ്രോച്ച് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേജിലുള്ള സ്റ്റാർട്ടപ്സിനെയോ അല്ലെങ്കിൽ ഏർലി സ്റ്റേജ് ഇന്നോവേറ്റേഴ്സിനെയോ ആണോ ടാർഗറ്റ് ചെയ്യുന്നത്, അപ്പാർട്ട് ഫ്രം ദ സെക്ടർ ദാറ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട്? അത് വളരെ വാലിഡായ ക്വസ്റ്റ്യൻ. ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളെ നർച്ചറിനായിട്ട് ഗവൺമെന്റ് കേരള സ്റ്റാർട്ടപ്പ് മിഷനുണ്ട്. ഇന്ത്യയിലെമ്പാട് എല്ലാ സ്റ്റേറ്റുകൾക്കും സ്റ്റാർട്ടപ്പ് മിഷനുണ്ട്. അപ്പോൾ അവർ കേറ്റർ ചെയ്യുന്നത് സ്റ്റാർട്ടപ്പുകളെയാണ്. പക്ഷെ നേരെ മറ്റേ ഇൻഡസ്ട്രിയൽ പാർക്കിലേക്ക് വരുമ്പം മച്യൂർ ചെയ്യുന്ന കമ്പനീസിനെയാണ് നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം സ്റ്റാർട്ടപ്പുകളെ പൂർണ്ണമായി പിന്തുണയ്ക്കില്ല എന്നല്ല, നമ്മുടെ ഇൻക്യുബേറ്റീവ്സ് ആയിട്ട് സ്റ്റാർട്ടപ്പുകളുണ്ട്. പക്ഷെ ദേ ആർ ആൾമോസ്റ്റ് ഇൻ ദ വെർജ് ഓഫ് ഒരു MSME അല്ലെങ്കിൽ മൈക്രോ ലെവൽ കമ്പനീസ് ആയിട്ട് മെച്ചൂർ ചെയ്യാൻ പോകുന്ന ഒരു 4 to 5 years ഓപ്പറേഷണൽ ചെയ്ത് വരുന്ന പ്രൂവൺ ടെക്നോളജി മാർക്കറ്റ് റെഡി പ്രോഡക്റ്റ് ഉള്ളവരെയാണ് നമ്മൾ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നത്, കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ സ്റ്റാർട്ടപ്പുകളെ നർച്ചർ ചെയ്യാനായിട്ട് സ്റ്റാർട്ടപ്പ് മിഷൻ്റെതായിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. നമ്മൾ അവരോട് ടൈപ്പ് ചെയ്തിട്ട് ഔട്ട്റീച്ച് പ്രോഗ്രാംസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കൂടുതൽ പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ടും. പക്ഷേ കൂടുതലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മെച്ചുറേഷൻ ലെവലുള്ള സ്റ്റാർട്ടപ്സിനെയാണ് നമ്മൾ കൂടുതലും എൻകറേജ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോഴത്തേക്കും ഇൻക്യുബേഷനേക്കാളും കൂടുതൽ ഒരു ആക്സിലറേഷൻ ആണ്. എക്സാക്ട്ലി. ഇപ്പം നമ്മളിപ്പം DNA സെന്റേഴ്സ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത് ഡെവലപ്പ് നെറ്റ്വർക്ക് ആക്സിലറേറ്റ്. അതാണ് DNA സെന്റേഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ഇപ്പം നമ്മുടെ ഇൻക്യുബേഷൻ സെന്റർ പൂർണ്ണ തോതിലാവുന്നതോടുകൂടി ഇതെല്ലാം ഒരു DNA സെന്റേഴ്സ് ആയിട്ട് മാറും. ഡെവലപ്പ് നെറ്റ്വർക്ക് ആൻഡ് ആക്സിലറേറ്റ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നിലവിൽ ആക്സിലറേഷൻ ആണ് ഇവിടെ
നമ്മൾ ചെയ്തത്. പക്ഷെ അതിന് മുമ്പിൽ ഒരു ഘട്ടമുണ്ട്, ഡെവലപ്മെന്റ് സ്റ്റേജ്. നമ്മുടെ ഇന്നൊവേഷൻ സെന്റർ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഇന്നൊവേഷൻ സെന്ററിൽ യു ക്യാൻ കം ഇൻ, ഡെവലപ്പ് നെറ്റ്വർക്ക് വാട്ട് കേപ്പബിലിറ്റീസ് ആൻഡ് ആക്സിലറേറ്റ് യുവർ പ്രൊജക്ട്. അപ്പം ഒരു ഐഡിയ ആയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ട് മാറുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കങ്ങളും പ്രാരംഭ പ്രവർത്തനങ്ങളും വളരെ വേഗത്തിലാണ് പാർട്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 12 to 24 മന്ത്സോളം എടുക്കും ഇതിൻ്റെ ആക്ച്വൽ റിഫ്ലക്ഷൻ എടുക്കാനായിട്ട്. പ്രത്യേകിച്ച് ലൈഫ് സയൻസ് മേഖല ആയതുകൊണ്ട് തന്നെ ഒരു ഇമ്മീഡിയറ്റ് ഔട്ട്പുട്ട്, ഒരു ഇമ്മീഡിയറ്റ് വിസിബിലിറ്റിയിലുള്ള ഒരു റിഫ്ലക്ഷൻ വരാൻ കുറച്ച് കാലതാമസം എടുക്കും. അതൊരു സെക്ടറിന്റെ ഒരു പ്രത്യേകത ആയതുകൊണ്ട്. ആ ടൈം ലൈൻ ഒന്ന് കമ്പയർ ചെയ്യാമോ? ഇപ്പം സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ഒരു കമ്പനി അതേസമയം ഈ Bio360 ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ സ്പേസ് ഒക്കുപ്പൈ ചെയ്യുന്ന ഒരു കമ്പനി തമ്മിൽ ഈ ഒരു റേസിൽ എത്ര ടൈം ലൈനിലായിരിക്കും എത്തുക? ഫോർ എക്സാമ്പിൾ ഫണ്ടിങ് പൂൾ ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ കമേഴ്ഷ്യലൈസേഷനിൽ എത്താനാണെങ്കിലോ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഇവിടെ വരുന്നത് കൊണ്ട് ഒരു പാർക്കിൽ വരുന്നുണ്ടല്ലോ? ഒരു മേജർ അഡ്വാൻറ്റേജ് ഇപ്പോൾ സ്റ്റാൻഡ് അലോൺ ആയിട്ട് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഉദാഹരണം സിമ്പിൾ ആയിട്ട് പറഞ്ഞാണെങ്കിൽ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ എവിടെയാണെങ്കിലും നമ്മൾ പല ഡിപ്പാർട്ട്മെന്റ്സിന്റെ അപ്രൂവൽസ് കിട്ടിയെങ്കിൽ മാത്രമേ യു ക്യാൻ റൺ എ കമ്പനി. ഈവൻ ഏത് ഫാം, നിങ്ങൾ സാധാരണ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന മുനിസിപ്പാലിറ്റിയുടെ കോർപ്പറേഷൻ്റെ അനുമതി കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പാർക്കിൽ ഓപ്പൺ ചെയ്യുന്ന ഒരു പാർക്കിൽ ഫെസിലിറ്റി ഓപ്പൺ ചെയ്യാൻ തയ്യാറായി വരുന്ന കമ്പനികൾക്ക് നമ്മൾ ആദ്യം ഓഫർ ചെയ്യുന്നത് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ആണ്. പൊല്യൂഷൻ കൺട്രോൾ മുതൽ ഫയർ ആൻഡ് സേഫ്റ്റി വരെയുള്ള 14 ഡിപ്പാർട്ട്മെന്റ്സിന്റെ ക്ലിയറൻസ് പാർക്ക് വിൽ ഫെസിലിറ്റേറ്റ് ദാറ്റ് തിങ്. വിച്ച് മീൻസ് ദാറ്റ് ഈ ഓണ്ടർപ്രണർ പലയിടത്തും പോയി അവരുടെ വാല്യുബിൾ സമയം കളയേണ്ട ആവശ്യമില്ല. സോ ആപ്ലിക്കേഷൻ നമുക്ക് തരുന്നതോടുകൂടി, സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ്റെ കോപ്പി നമുക്ക് തരുന്നതോടുകൂടി നമ്മളാണ് വി വിൽ ബി കൺവീനിങ് ദ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് കമ്മിറ്റി മീറ്റിംഗ് ആൻഡ് വി വിൽ ഗീവ് ദ നെസസറി അപ്രൂവൽസ് ഫോർ ദം. അവർക്ക് ആവശ്യമായിട്ട് അപ്രൂവൽസ് എന്താണോ വേണ്ടത് അത് അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ തന്നെ യു ആർ സേവിങ് ലോട്ട് ഓഫ് ടൈം ആൻഡ് യുവർ എനർജി. ഫണ്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ KLAPയുടെ പേരന്റ് ഓർഗനൈസേഷനായ KSIDC ഒട്ടനവധി ഫണ്ടിങ് സ്കീംസ് കൊടുക്കുന്നുണ്ട്. ബേസിക്കലി KSIDC ഒരു NBFC ആണ്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ തന്നെ വ്യവസായങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ഒട്ടനവധി ഇൻസെൻറ്റീവ് സ്കീംസുമായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ഇന്നോവേഷൻ സ്കീംസ് ഉണ്ട്, സീഡ് ഫണ്ടിങ്, പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പുകൾക്ക് മെച്ചുറേഷന് പറ്റുന്ന ഒട്ടനവധി ഫണ്ടിങ്സ് ഉണ്ട്. അത് 25 lakhs മുതൽ 8 crores വരെയുള്ള പല ഫണ്ടിങ് സ്കീംസ് ഉണ്ട്. അതും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് സ്കീംസിലുള്ള പല ഫണ്ടിങ് സ്കീംസ് ഉണ്ട്. പിന്നെ CMന്റെ ഇൻസെൻറ്റീവ് സ്കീമുണ്ട്. മിഷൻ, അതായത് വുമൺ എന്റർപ്രണർ പ്രൊമോട്ട് ചെയ്യുന്നത്. നോക്കുകയാണെങ്കിൽ ലൈഫ് സയൻസ് മേഖലയിൽ കൂടുതൽ വുമൺ എന്റർപ്രണേഴ്സ് നമ്മൾ കാണുന്നുണ്ട്. ഈവൻ ഡെന്റൽ ഏരിയസിൽ തന്നെ ഒത്തിരി വുമൺ എന്റർപ്രണേഴ്സ് വരുന്നുണ്ട്. മെഡിക്കൽ ഡിവൈസസിൽ വരുന്നുണ്ട്, മൈക്രോബയോം മേഖലയിൽ വരുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ട്രെയിൻഡ് മാൻ പവർ കൂടുതലും പഠിക്കുന്ന കുട്ടികളുടെ ഒരു അനുപാതം നോക്കുകയാണെങ്കിൽ ലൈഫ് സയൻസിൽ കൂടുതലും വരുന്ന ലേഡീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിലും ഓണ്ടർപ്രണർഷിപ്പ് പ്രകടമായി വന്നു തുടങ്ങുന്നതായിട്ട് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരു വ്യത്യാസമായിട്ട് നമ്മൾ പറയാൻ പറ്റുന്നു. ലൈഫ് സയൻസ് മേഖലയിൽ പലരും മുന്നോട്ട് വരുന്നുണ്ട്. IT പോലെ അല്ല ഇപ്പോഴും ലൈഫ് സയൻസിലും വരുന്നുണ്ട്. നമ്മൾ ആ സ്റ്റാർട്ടപ്പ്സുകളുടെ പാറ്റേൺ നോക്കുമ്പം അവരൊരു കമ്പൈൻഡ് ആയിട്ടും വരുന്നുണ്ട്, ഇൻഡിവിജ്വലി അവർ ഫേംസ് സെറ്റപ്പ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ അത് ഒരു ഇൻഡിവിജ്വൽ മെച്ചുറേഷൻ ലെവലിലേക്ക് ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഓൺ ടു ദാറ്റ് പ്രോസസ്. ഇപ്പോൾ ഭാവിയിൽ ഒരു കിരൺ മജുംദാർ ഷോയൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നേക്കാം. എവരിബഡി സ്റ്റാർട്ട് ലൈക്ക് ദാറ്റ് ഉള്ളൂ. ഇല്ല, എല്ലാവരും ഒരു ചെറിയ സംരംഭമായിട്ടല്ല ആദ്യം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്കോസിസ്റ്റം ഉണ്ട് ഇവിടെ ഇപ്പം നിലവിൽ. ഇപ്പം പണ്ടത്തെ ഒരു സ്റ്റാൻഡ് അലോണായിട്ട് നിന്ന് എല്ലാം സ്വയം തേടിപ്പോയി, ഇപ്പോൾ ക്ലിനിക്കൽ ട്രയൽസ് ആണെങ്കിലും മറ്റ് സ്റ്റഡീസ് ആണെങ്കിലും ടെസ്റ്റിംഗ് ആണെങ്കിലും ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് സ്വയം കണ്ടെത്തേണ്ടതായിട്ടുള്ള ഇത് വരും. വി വിൽ മേക്ക് ദം ഗെറ്റ് കണക്റ്റഡ് വിത്ത് ദ റൈറ്റ് പീപ്പിൾ. ഇപ്പം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു ക്ലസ്റ്ററിൻ്റെ ഭാഗമാണ് ഈ Bio360 ലൈഫ് സയൻസ് പാർക്ക്. ഇപ്പം ട്രിവാൻഡ്രം ക്ലസ്റ്ററിൽ തന്നെ ഏകദേശം 11ഓളം ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ലൈഫ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ശ്രീത്രയുടെ നേച്ചറല്ല രാജീവ് ഗാന്ധി സെൻറ്ററിന്, രാജീവ് ഗാന്ധി സെൻറ്റർ വർക്ക് ചെയ്യുന്ന ഡൊമൈനല്ല CSR നിസ്റ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ മാൻഡേറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ ഇവരുമായിട്ടെല്ലാം നമ്മൾ MOUവിൽ ഏർപ്പെടാനുള്ള ഒരു പ്രാരംഭ ചർച്ചകളും മറ്റ് തയ്യാറെടുപ്പുകളുമാണ്. അപ്പോൾ അതെല്ലാമായി MOUs എല്ലാം ആവുന്നതോടെ തന്നെ അതിൻ്റെ പ്രയോജനം മുഴുവൻ ആ ഒരു കൊളാബറേഷൻ ഫോം ആവുന്നതോടെ തന്നെ അതിൻ്റെ പ്രയോജനം മുഴുവനും പാർക്കിൽ വരുന്ന എല്ലാ സ്റ്റാർട്ടപ്പുകൾക്കും ഇൻസ്റ്റിറ്റ്യൂട്ട്സിനും. അതായത് ഒരു R&D ബാക്കിംഗ് ട്രൈങ് ടു ക്രിയേറ്റ്. അപ്പോൾ ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്സിന് ഈ ഹാൻഡ് ഹോൾഡിങ് അത്ര ലൈക്ക് ആ ഒരു കപ്പാസിറ്റി ഇപ്പം ഇല്ലാന്ന് പറയുന്നു. ക്ലിപ്പ് ഇൻഡിവിജ്വലി കൊടുക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ പേരന്റ് ഓർഗനൈസേഷൻ വഴി KSIDC കൊടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റാർട്ടപ്പ് മിഷൻ വഴി നമ്മൾ
സ്റ്റാർട്ടപ്പ് മിഷൻ ഒത്തിരി അധികം സ്കീംസ് ഉണ്ട്. അതെ, ഇപ്പോൾ ഒരുപാട് ഫെസിലിറ്റി നമ്മൾ എൻവിഷൻ ചെയ്യുന്നുണ്ടല്ലോ. അതെ അപ്പം പക്ഷെ അവർക്കത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും അല്ലേ? അതെ ഇപ്പൊ ഒരു ഹാൻഡ് ഹോൾഡിംഗ് എന്നുള്ള നിലയിലല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു നോർമലായിട്ട് ഒരു സെൻസർ ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഡിവൈസ് ഡെവലപ്പ് ചെയ്യേണ്ടവർക്ക് ആ പ്രോട്ടോടൈപ്പ് ഇപ്പം 3D പ്രിന്റിംഗ് പോലുള്ള ഫെസിലിറ്റി, അത് കഴിഞ്ഞിട്ട് വരുന്ന ക്യാരക്ടറൈസേഷൻ കാര്യങ്ങൾ, ഇതിലൊക്കെ ഈ ഒരു കംപ്ലീറ്റ് എക്കോസിസ്റ്റം ഹെൽപ്പ് ചെയ്യും. എക്സാക്ട്ലി. അപ്പോൾ അത് ഈ ഒരു ക്ലസ്റ്ററിൻ്റെ ഇങ്ങനെ ഒരു ക്ലസ്റ്റർ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ വേറെ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഇത്രയധികം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ലൈഫ് സയൻസ് മേഖലയിൽ R&D ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവുകയും അത് നർച്ചർ ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റത്തിനെ ഗ്രൂം ചെയ്യുന്ന ഒരു സിസ്റ്റം ഇന്ത്യയിൽ ഇത്രയും അങ്ങനെ ഒരു സിസ്റ്റം. ഇപ്പോൾ ബാംഗ്ലൂർ ക്ലസ്റ്റർ ആണെങ്കിലും ഹൈദരാബാദ് ക്ലസ്റ്റർ ആണെങ്കിലും ഒരു R&D ബാക്കിംഗ്, ഡൈവേഴ്സിഫൈഡ് ഉള്ള R&D ബാക്കിംഗ് എനിക്ക് തോന്നുന്നു അത്ര ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. ഇപ്പം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ശ്രീധർ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ ഒരു പ്ലേസ്മെന്റ് വേറെ ഇവിടെ ഇല്ല. അതെ. ഇപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർ ഡിസിപ്ലിൻ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ലൈഫ് സയൻസിന്റെ പല ഡൈവേഴ്സ് മേഖലയിലും ചെയ്യുന്നുണ്ട്. ആ ഒരു ഇതില്ല. അപ്പം പിന്നെ നമുക്കിവിടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ട്, വെറ്റിനറി യൂണിവേഴ്സിറ്റി ക്യാമ്പസ് തന്നെ ഉണ്ട്. പിന്നെ പ്രോക്സിമിറ്റി ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മുടെ പാർക്കിനോട് ചേർന്നായിരിക്കുന്നത്. അപ്പോൾ AI ആൻഡ് ഹെൽത്ത് കെയറിൽ ഒട്ടനവധി ഇന്നോവേഷൻസും പ്രോഗ്രാംസും അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന AIയിലും ഹെൽത്ത് കെയറിലും വരുന്ന ഡിജിറ്റൽ ഹെൽത്ത് കെയറിൽ വരുന്ന പല കമ്പനീസിനും അവരുടെ സാധ്യത പ്രയോജനപ്പെടുത്താം. പിന്നെ ടെക്നോ പാർക്കിൻ്റെ പ്രോക്സിമിറ്റി. പിന്നെ നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യത്തെ മദർഷിപ്പ് പോർട്ട് എന്ന് പറയുന്നത് വിഴിഞ്ഞമാണ്. അപ്പോൾ എക്സ്പോർട്ടിന് വേണമെങ്കിലും ഇത്രയും പ്രോക്സിമിറ്റി ഉള്ളത് വേറെ അവിടെ ഇല്ല. ഐക്കോണിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ കിട്ടിയത്. അതെ. ഇത് ഹൈവേയോട് ചേർന്നാണ്, ബോംബെ കന്യാകുമാരി ഹൈവേയോട് ചേർന്നാണ് ഇതിരിക്കുന്നത്. ഇത്രയും റീച്ചബിൾ ആയിട്ടുള്ള ഇന്റർനാഷണൽ എയർപോർട്ട് അടുത്താണ്. എല്ലാം ഹാഫ് ആൻ അവറിൽ യു ക്യാൻ റീച്ച്. സിറ്റി സെന്റർ ആണെങ്കിലും നിങ്ങൾക്ക് എത്താൻ പറ്റും, സീപോർട്ട് ആണെങ്കിലും എത്താൻ പറ്റും, എയർപോർട്ട് ആണെങ്കിൽ എത്തും, റെയിൽവേ സ്റ്റേഷൻ എല്ലാം. ഇത്രയൊരു ജിയോഗ്രഫിക്കലി സ്ട്രാറ്റജിക് ആയ ലൊക്കേഷൻ ഇന്ത്യയിൽ വേറെ എവിടെയില്ല. അപ്പം വി ആർ ഇൻ ദ ഫേസ് ഓഫ് എന്താ പറയുക, ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തുന്ന ഒരു ബൂമിംഗ് സെന്ററാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ റിഫ്ലക്ഷൻ, ആക്ച്വൽ ഔട്ട്പുട്ട് വിൽ ടേക്ക് ലിറ്റിൽ മോർ ടൈം. അത് ഈ സെക്ടറിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ ആയതുകൊണ്ട് തന്നെ. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. സോ ഇത് ഇപ്പം നമ്മൾ സ്റ്റാർട്ടപ്സ് ഡിസ്കസ് ചെയ്തു, അതുപോലെ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനീസിന് സാർ പറഞ്ഞു ലൈക്ക് ആ ഒരു നഴ്സറിങ് ഒരു 3 years തൊട്ടുള്ള ലൈക്ക് റിയലി എസ്റ്റാബ്ലിഷ്ഡ് വളരെയധികം എന്താ പറയുക സ്റ്റാൻഡേർഡ് ഓൺ ആയിട്ടുള്ള കമ്പനീസ് ഉണ്ടാവും. അവർക്കും സ്പേസ് ഇവിടെ ഓക്കുപൈ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള എന്തെങ്കിലും ഓൾറെഡി അങ്ങനെയുള്ള, അതായത് ആങ്കർ ഇൻവെസ്റ്റേഴ്സ് മേജർ ആയിട്ടുള്ള കമ്പനീസായിട്ട് ഞങ്ങൾ ഡിസ്കഷനിലാണ്. നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ ചർച്ചകൾ they will not realize immediately. It will take some more time to. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് CEO ആയിട്ട് 1 വർഷം തികയാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് വേഗത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം കേരളം ഈസ് ഓഫ് ഡൂയിങ്ങിൽ മാത്രമല്ല, വി ആർ ഇൻ ടു സ്പീഡ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലാണ് നമ്പർ 1 ആണ്. അപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്പർ 1 ആണ്. സ്പീഡ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലും നമ്മൾ ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്. IT മേഖലയിൽ വൻകിട കമ്പനികൾ വന്നു തുടങ്ങി. GCC കമ്പനികൾ 6ഓളം GCC കമ്പനികൾ ഇപ്പം നിലവിലുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ 30 വർഷത്തെ ടെക്നോ പാർക്കിൻ്റെ എഫർട്ടാണ്. ആ ഒരു എക്കോസിസ്റ്റത്തിലുണ്ടായ ഒരു മാറ്റമാണ് റിഫ്ലക്റ്റ് ആവുന്നത്. അപ്പോൾ IT-യിലും വരും നാളുകളിൽ അതിൻ്റെ പ്രകടമായ മാറ്റം ഉണ്ടാകും. പാർക്കിലോട്ട് വൻകിട കമ്പനികളെ കൊണ്ടുവരാനുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് എന്തെങ്കിലും ഒരു സ്ട്രോങ് കമൻറ്റ് പറയാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലല്ല ഇപ്പോൾ നമുക്ക്. പക്ഷെ ചർച്ചകൾ പല കമ്പനീസുമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. Now coming to academia, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ RGCP, ഇവിടെയൊക്കെ നിങ്ങൾ കൊളാബറേഷനിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള റിസർച്ചേഴ്സിനോ അല്ലെങ്കിൽ അവിടെയുള്ള ഹെൽത്ത് കെയർ പ്രാക്ടീഷണേഴ്സിനോ ഒക്കെ ഇങ്ങനെയുള്ള റിസർച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ക്രോസ് സെക്ടറായിട്ടൊരു കൊളാബറേഷൻ വരുന്നുണ്ടോ? അവർ വിസിറ്റ് ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും? ഇതിപ്പം സ്റ്റുഡൻസ് വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഔട്ട്റീച്ച് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഈവൻ വാട്ട് വി ആർ സീയിങ് റീസെൻ്റ്ലി ഈസ് ദാറ്റ് മെനി ഡോക്ടേഴ്സ് ആർ കമ്മിങ് ഇൻ ടു എൻ്റർപ്രണേഴ്സ്. നമുക്കൊരു എന്താ പറയുക, ഒരു 10 വർഷം ഈവൻ 5 years ബാക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഒത്തിരി ഡോക്ടേഴ്സ് വരുന്നുണ്ട് ഓണ്ടർപ്രണേഴ്സ് ആയിട്ട്. അതിൽ തന്നെ ഡെന്റൽ സെക്ഷനിൽ നിന്ന് വരുന്നൊരു ഒത്തിരി പേരുണ്ട്. ഈവൻ MBBS കഴിഞ്ഞ് ഈവൻ ഞങ്ങളുടെ ബയോകണക്ട് കഴിഞ്ഞ റീസെൻറ്റ് ബയോകണക്റ്റിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്ത ഇതിൽ ഡോക്ടർ കമ്മ്യൂണിറ്റീസ് ഉണ്ട് അതിനകത്ത്. സോ ആക്ച്വലി അൺമെറ്റ് ക്ലിനിക്കൽ നീഡ്സ് എന്താണെന്നുള്ളത് ദേ ഓൺലി നോട്ട്സ്. അപ്പോൾ ആ അൺമെറ്റ് ക്ലിനിക്കൽ റിക്വയർമെൻറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ അവർ തന്നെ നേരിട്ട് ഇറങ്ങേണ്ടി വരും. ബിക്കോസ് കൺവിൻസ് ചെയ്തെടുക്കുകയും അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ഒരു R&D നെറ്റ്വർക്ക് ദാറ്റ് വിൽ ഹെൽപ്പ് ദം എ ലോട്ട്. അപ്പോൾ അവരൊരു ഐഡിയ പറയുമ്പോൾ ഇതാണ് ഞങ്ങളൊരു അൺമെറ്റ് ക്ലിനിക്കൽ ലീഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രോട്ടോടൈപ്പിംഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ ക്ലസ്റ്ററിൽ നമ്മൾ ഒരുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ റിയലി ട്രാൻസ്ലേറ്റ്.
അപ്പം അങ്ങനെയുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എത്ര യൂണിവേഴ്സിറ്റി ആയിട്ട് നിങ്ങൾ MOU ഏർപ്പെട്ടിട്ടുണ്ട്? ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതല്ലാതെ ഈ അക്കാഡമി കൊളാബറേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ, അതോ ഇത് ഏതൊക്കെ ഇല്ല, നമ്മൾ MOU എഗ്രിമെന്റ് സൈനിങ്ങിലേക്ക് നീങ്ങുന്നതേ ഉള്ളൂ. പക്ഷെ ഒട്ടനവധി കേരള ഇപ്പം ട്രിവാൻഡ്രം ക്ലസ്റ്റർ മാത്രമല്ല, കേരളമെമ്പാടുമുള്ള പല യൂണിവേഴ്സിറ്റീസും ഓർഗനൈസേഷൻ ഡിസ്കഷൻ ഫേസിലാണ്. പക്ഷെ അതൊരു MOUയിലേക്ക് എത്തുമ്പോൾ ഒത്തിരി പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകണമല്ലോ. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ തന്നെ ആ MOU ഉണ്ടാകും. ഇത് ഇപ്പോൾ ഈവൻ MOU ഇല്ലെങ്കിൽ പോലും സജീവമായി തന്നെ കൊളാബറേഷൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും കമ്പനീസുമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം ആ രീതിയിൽ നമ്മൾ വി ആർ ലിറ്റിൽ ബിറ്റ് ഫെസിലിറ്റേറ്റിംഗ് ദം ഓൾസോ. ഒരു ഇൻഡസ്ട്രിയൽ പാർക്കിൻ്റെ എക്കോസിസ്റ്റത്തിലേക്ക് എത്തുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഹാൻഡ് ഹോൾഡിങ്, നിങ്ങളുടെ ഒരു ഫെസിലിറ്റീസ് കൂടുതൽ കിട്ടും എന്നൊരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് നമ്മളതിൻ്റെ ലക്ഷ്യം തന്നെ. ഇതുകൂടാതെ ഇൻഡിവിജ്വലി പല R&D ഇൻസ്റ്റിറ്റ്യൂട്ട്സും ദേ ഹാവ് ദെയർ ഓൺ ഇൻക്യുബേറ്റേഴ്സ് ഓൾസോ. അപ്പോൾ ഈ ഒരു പാർക്കിൻ്റെ ഒരു പ്രോക്സിമിറ്റി വിൽ ഫെസിലിറ്റേറ്റ് ദെയർ ഗ്രോത്ത്. ഇപ്പം എന്താ പറയുക, ഇപ്പം ഒരു R&D ഇൻസ്റ്റിറ്റ്യൂട്ട്സിനകത്ത് ഇൻക്യുബേഷൻ കൊടുക്കുകയും നമുക്കൊരു 4 to 5 years അവിടെ നിൽക്കാൻ സാധിക്കത്തുള്ളൂ സ്റ്റാർട്ടപ്പ് എന്നുള്ളൊരു ലെവൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ കാലം നിന്നാൽ സാധിക്കും. പക്ഷേ ഇവൻച്വലി ദേ ഹാവ് ടു മെച്ചർ ഔട്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഡെത്ത് വാലിയിൽ പെട്ടുപോവുക ചെയ്യുന്നത്. അതെ, ഈ സ്റ്റാർട്ടപ്സ് നമ്മൾ സക്സസ് സ്റ്റോറീസ് കേൾക്കുന്നുണ്ട്. ഐ ബിലീവ് ഒരു 5% കൂടുതൽ അതിൽ കൂടുതൽ ഒരു കമ്മ്യൂണിറ്റി അത് സക്സസ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ബാക്കി ഫെയിൽഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്സ് എന്തുകൊണ്ട് ഫെയിൽ ആവുന്നു എന്നുള്ളതിനെ കുറിച്ച്. അതെ, അവിടെയാണ് ഞങ്ങളുടെ ലൈഫ് സയൻസ് ഇൻഡസ്ട്രീസ് പാർക്ക് പ്രോമിനൻ്റ് ആയിട്ട് പ്ലേ ചെയ്യുന്നത്. ഈ ഹാൻഡ് ഹോൾഡിംഗ് ഉണ്ടല്ലോ, ഈ ഹാൻഡ് ഹോൾഡിംഗ് ഇസ് നോട്ട് ജസ്റ്റ് മോണിറ്ററി ബെനിഫിറ്റ് അല്ലോ. ഇപ്പം ലൈഫ് സയൻസ് മേഖലയെ സംബന്ധിച്ചിടത്തോളം മോണിറ്ററി ഹാൻഡ് ഹോൾഡിംഗ് മാത്രം മതിയാവത്തില്ല. ഈ പറഞ്ഞ പ്രോട്ടോടൈപ്പിംഗ്, ടെസ്റ്റിംഗ്, അക്രഡിറ്റേഷൻ. ഇപ്പം നമ്മുടെ ഈ ആയുർവേദ സെക്ടർ കേരളത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വൈബ്രൻ്റ് ആയിട്ട് വളരെ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഒരു വെസ്റ്റേൺ ഗാർഡ്സ് നമുക്കുണ്ട്. അതേപോലെ തന്നെ ആയുർവേദ പാരമ്പര്യത്തിൽ നമ്മൾ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റും കൂടിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു എക്സ്പോർട്ടേക്ക് നോക്കുവാണെങ്കിൽ മേജർ ഓർഗനൈസേഷൻ നമുക്കില്ല ഇവിടെ. പക്ഷേ എന്നാൽ സ്കാറ്റേർഡ് ആയിട്ട് ഒത്തിരി മീഡിയം സ്കെയിലുള്ള MSME സെക്ടറിൽ ഒത്തിരി ആയുർവേദ സംരംഭങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ഇതുവരെ സ്കെയിലപ്പ് ചെയ്യണമെങ്കിൽ ഒരു ടെസ്റ്റിംഗ് ആൻഡ് അക്രഡിറ്റേഷൻ, ഒരു മാനുഫാക്ചറിങ് ലെവലിൽ ആ ഒരു ഗ്രേഡിലൊരു ടെസ്റ്റിംഗ് ആൻഡ് ഫെസിലിറ്റീസ് നമുക്കിവിടെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാണ് നമ്മുടെ CSR NISTൻ്റെ പുതിയ ക്യാമ്പസിൽ അവരൊരു ആയുഷ് ടെസ്റ്റിംഗ് ഫെസിലിറ്റി വരുന്നുണ്ട്. അപ്പോൾ അത് വരുന്നതോടെ തന്നെ ഇവർക്ക് ടെസ്റ്റിങ്ങും മാനുഫാക്ചറിങ് ഒക്കെ സ്കെയിലപ്പ് ചെയ്യാനും ഒത്തിരി എന്താ പറയുക എക്സ്പോർട്ട് ലെവലിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റും. അവരുടെ ഒരു മാർക്കറ്റ് സൈസ് അവർക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു എക്കോസിസ്റ്റം അവർക്ക് കൊടുക്കുന്നതോടുകൂടി അപ്പോൾ അത് ശരിക്കും ഒരു അൺടാപ്ഡ് ആണ് കേരളത്തിൽ. അപ്പോൾ അത് നമുക്ക് കേരളത്തിൽ മാത്രമല്ല സദേൺ ഇന്ത്യൻ റീജിയത്തിൽ അങ്ങനെ ഒരു ലാർജ് സ്കെയിൽ ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ് ഇല്ല. ആ ഒരു ഗ്യാപ്പ് നമ്മുടെ പാർക്കിൽ ഈ ഫെസിലിറ്റി വരുന്നതോടുകൂടി തന്നെ അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. അപ്പം നമ്മുടെ റീജിയൻ സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ സ്പൈസസ് ആണെങ്കിലും ഇപ്പോൾ റബ്ബർ, ഉദാഹരണം നോക്കുവാണെങ്കിൽ മെഡിക്കൽ ഗ്രേഡ് ഗ്ലൗസ്, ഇതൊരു വലിയൊരു ഹ്യൂജ് മാർക്കറ്റാണ്. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ റീച്ച് ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണ്. നമുക്കുണ്ട്, കമ്പനീസ് ഉണ്ട്. ഇപ്പോൾ കേരളം അങ്ങനെ പല കമ്പനീസ് ഉണ്ടെങ്കിലും ഇതിനെ കുറച്ചും കൂടെ എന്താ പറയുക ആക്സിലറേറ്റ് ചെയ്യണമെങ്കിൽ ദാറ്റ്സ് വാട്ട് നമ്മൾ ആ ഒരു ഗ്യാപ്പിലാണ് വി ആർ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന സ്കിൽസിനെ എല്ലാം ഒരു എക്കോസിസ്റ്റത്തിൽ കൊണ്ടുവന്ന് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഒരു ആക്സിലറേഷൻ, അതായത് വി ആർ പ്ലാനിങ് ദ DNA സെന്റേഴ്സ്, ഡെവലപ്പ് നെറ്റ്വർക്ക് ആക്സിലറേറ്റ്. അപ്പോൾ ഇതിൻ്റെ ക്ലിപ്പിൻ്റെ ഒരു സെന്ററിൻ്റെ പേര് തന്നെ DNA സെന്റേഴ്സ് എന്നാണ്. ഇപ്പോൾ നിലവിൽ ഉള്ള MSMEസിനെ ആക്സിലറേറ്റ് ചെയ്യാനും വി ആർ ഹെൽപ്പിംഗ്. അപ്പോൾ ക്ലിപ്പിൻ്റെ KLAPയുടെ ആക്ടിവിറ്റീസ് പാർക്കിൽ മാത്രം പരിമിതപ്പെടുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ഒരു മാൻഡേറ്റ് വെച്ചിട്ട് ഇറ്റ് ഷുഡ് എൻറിച്ച് ദ എൻറ്റയർ സ്റ്റേറ്റ് ആസ് സച്ച്. ഇപ്പോൾ സ്റ്റേറ്റിന് എന്താണോ നമ്മുടെ റിക്വയർമെൻറ്റ്, സ്റ്റേറ്റിന് എന്തൊക്കെ കേപ്പബിലിറ്റീസ് ആണോ വേണ്ടത്, എന്തൊക്കെ കപ്പാസിറ്റി ബിൽഡിങ്സ് ആണ് നമുക്ക് വേണ്ടത് ആ മേഖലയിൽ, ദാറ്റ് വി ആർ ഡൂയിങ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് പാർക്കിൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള R&D ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻഹൗസ് നമ്മുടെ ക്യാമ്പസിനകത്ത് കൊണ്ടുവരുന്നതിൻ്റെ ഒരു മേജർ ലക്ഷ്യം അത് തന്നെയാണ്. അപ്പോൾ എല്ലാം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള R&D സെറ്റപ്പ് പാർക്കിലേക്ക് വരുമ്പം അതൊരു ദാറ്റ് വിൽ ക്രിയേറ്റ് എ യുണീക്ക് എക്കോസിസ്റ്റം. ഇൻഫാക്ട് ദാറ്റ് ഈസ് നോവർ ഇൻ ഇന്ത്യ. ഇപ്പോൾ സാധാരണ ഇപ്പം അനിമൽ ടെസ്റ്റിംഗ്, ഇപ്പം വി ആർ ഹാവിങ് സ്മോൾ അനിമൽ ടെസ്റ്റിംഗ് ഫെസിലിറ്റി അലോങ് വി ആർ വെറ്റിനറി യൂണിവേഴ്സിറ്റിയായിട്ട് ചേർന്ന് സ്മോൾ അനിമൽ ടെസ്റ്റിംഗ് ഫെസിലിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ ഡിവൈസ് പാർക്കിലെ ലാർജ് അനിമൽ ഫെസിലിറ്റി, പിഗ്, ഷീപ്പ് ഇങ്ങനെയുള്ള ലാർജ് അനിമൽ ടെസ്റ്റിംഗ് ഫെസിലിറ്റീസിൻ്റെ ഫെസിലിറ്റി പൂർത്തിയായി കഴിഞ്ഞു. മെഡിക്കൽ ഡിവൈസ് പാർക്ക് ഓപ്പറേഷനൈസ് ആവുന്നതോടുകൂടി അതിലേക്ക് ലാർജ് അനിമൽ ടെസ്റ്റിംഗ് ഫെസിലിറ്റിയും വരും. അപ്പം ഏത് തരത്തിലുള്ള ടെസ്റ്റിംഗ് ടോക്സിറ്റി സ്റ്റഡീസ് ചെയ്യണമെങ്കിലും ഓഫ് കോഴ്സ് മെഡിക്കൽ ഡിവൈസ് പാർക്കിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും ലാർജർ അനിമൽസ് വേണ്ടി വരും. അപ്പം ഏത് രീതിയിലുള്ള ടെസ്റ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിലും വി ആർ ഫുള്ളി എക്വിപ്ഡ് ആൻഡ് കേപ്പബിൾ, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഓപ്പറേഷൻസ് ആവുന്നതോടുകൂടി. ഓക്കെ,
ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാൻ താല്പര്യമുള്ളത് ഒരു ജനറൽ പബ്ലിക്കിൽ ഈ ഒരു പാർക്ക് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ അവരുടെ എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ വിസിറ്റോ എന്തായാലും എങ്ങനെയാണ് നമ്മൾ സാധാരണ ആളുകളിലേക്ക് എത്തി? നമ്മൾ പിന്നെ ചർച്ചയിൽ പ്രാരംഭത്തിൽ തന്നെ നമ്മൾ പറയുന്നത് ഇപ്പം ഇന്ത്യയിലെ ഈ സെക്ടറിൽ നോക്കുവാണെങ്കിൽ തൊഴിൽ ചെയ്യുന്നവർ ഭൂരിപക്ഷവും മലയാളികളായിരിക്കും. കാര്യം നമുക്കിപ്പോൾ ഏകദേശം 15 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇത് കൂടാതെ ഹൈലി നല്ല വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ കോളേജസ് ഉണ്ട്. ഇതിനെല്ലാം ട്രെയിൻഡ് ആയിട്ടുള്ള കുട്ടികൾ ഈ മേഖലയിൽ നിന്ന് വരുന്നതെല്ലാം മലയാളീസാണ്. ഇവരെല്ലാം ഈ സെക്ടറിൽ ഓഫ് കോഴ്സ് നമുക്ക് കുറച്ചധികം കമ്പനീസ് ഉണ്ടെങ്കിൽ പോലും കുറച്ചധികം പേര് PhDs പോസ്റ്റ് ഡോക്സ് ഒക്കെ ആവുന്നതോടുകൂടി അവരുടെ കരിയർ ഗ്രോത്തും മറ്റ് സ്പെഷ്യാലിറ്റി ലെവലിലേക്ക് നീങ്ങുന്നതോടുകൂടി ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് കൂടുതലും മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്കൊരു ഹൈ എൻഡ് മേജർ കമ്പനീസോ അൾട്ടിമേറ്റ്ലി എംപ്ലോയബിലിറ്റി ആണല്ലോ ഇതിനകത്ത് ലക്ഷ്യം. ഓഫ് കോഴ്സ് ഇൻഫ്രാസ്ട്രക്ചർ വരികയും മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ വ്യവസായങ്ങൾ കൂടുതൽ വരികയും തൊഴിലവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കപ്പെടണം. അപ്പോൾ ആ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുമ്പോഴേ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഈ കഴിഞ്ഞ ഒരു 12 മാസത്തിലൊരു പ്രകടമായ മാറ്റമാണ് കഴിഞ്ഞ ഒരു 2 months ബാക്ക് പാർക്കിൽ 8 കമ്പനികൾ പുതുതായിട്ട് ഫെസിലിറ്റി ഓപ്പൺ ചെയ്തു. അപ്പോൾ അവർ ക്യുമുലേറ്റീവായിട്ട് നോക്കുവാണെങ്കിൽ ഏകദേശം 700ഓളം ഡയറക്റ്റ് എംപ്ലോയ്മെൻ്റ് ആണ് ദർ ക്രിയേറ്റിംഗ്. ഈ കമ്പനികൾ ഫുള്ളി ഓപ്പറേഷണൽ വരുന്നൊരു 10 to 15 months ഈ കമ്പനികൾ ഫുള്ളി ഓപ്പറേഷണലൈസ് ആവുന്നതോടെ 700ഓളം ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് പാർക്കിനകത്ത് തന്നെ ജനറേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അടുത്ത ഒരു 15 to 20 months ഒരു 1000ഓളം പുതിയ തൊഴിലവസരങ്ങൾ പാർക്കിൽ സൃഷ്ടിക്കപ്പെടും ഉണ്ടാവും. പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നത് അത് വേറെ അനുബന്ധമായിട്ടുള്ള മറ്റ് മാറ്റങ്ങളുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അത് സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലവസരം. പക്ഷേ നേരിട്ട് അടുത്തൊരു 15-20 monthsനുള്ള ഒരു 1000ഓളം തൊഴിലവസരങ്ങൾ ഡയറക്റ്റായിട്ട് ഈ മേഖലയിൽ തന്നെ സൃഷ്ടിക്കപ്പെടും. അപ്പോൾ അതൊരു 20 to 24 months ആകുമ്പോൾ നമ്മളൊരു 3000-5000 ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റിലേക്കാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പം തീർച്ചയായും ഈ മേഖലകളിൽ പഠിച്ചിറങ്ങുന്നവർ മുന്നോട്ട് വേറെ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ വേറെ സംസ്ഥാനങ്ങളിൽ പോകേണ്ട സാഹചര്യം വരത്തില്ല. നമ്മളിപ്പം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചലഞ്ചാണ് ടാലന്റഡ് ആയിട്ടുള്ള യൂത്തിനെ പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യാൻ സ്റ്റേറ്റിന് കപ്പാസിറ്റി കുറയുന്നു എന്നുള്ള ഒരു അതെ അതൊരു ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ സൃഷ്ടിക്കപ്പെടണം. അത് മാത്രമല്ല നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് മാത്രം സൃഷ്ടിക്കപ്പെട്ട പോലെ അവർക്കൊരു കരിയർ ഗ്രോത്തും കൂടെ ഉണ്ടാവണം. ഇപ്പോൾ നിങ്ങളിപ്പോൾ IT സെക്ടർ നോക്കുവാണെങ്കിൽ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ചെന്നൈയോ പൂനെയോ ക്ലസ്റ്റർ ഡെവലപ്പ് ആവുന്നതിൻ്റെ കാര്യം ആ സെക്ടറിൽ കുറച്ചു കാലം വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കരിയർ ഗ്രോത്ത് നോക്കണമെങ്കിൽ he should have another opportunity also. So then only that ecosystem is thriving. അപ്പം പല റേഞ്ചിലുള്ള കമ്പനീസ് നമ്മുടെ എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമാകുമ്പോൾ മാത്രമേ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഇല്ലെങ്കിൽ യു വിൽ ബി അറ്റ് വൺ ഫേസ്. അപ്പം അത് ഒഴിവാക്കാനുള്ള ഒരു ഇൻവിഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ ആങ്കർ കമ്പനീസ് വരണം, മൾട്ടിനാഷണൽ കമ്പനീസിനെ കൊണ്ടുവരണം, അതേപോലെ സ്റ്റാർട്ടപ്സ് വരണം, MSMEs വരണം. അപ്പം ഇതിൽ നിന്നെല്ലാം ഇറ്റ്സ് എ ഗ്രോത്ത് ഫേസ്. അപ്പം ഈവൻ സ്റ്റാർട്ടപ്പുകളെ തന്നെ അക്യൂർ ചെയ്യാൻ പറ്റുന്ന കമ്പനീസ് ഉണ്ടാവണം. എങ്കിലും ആ എക്കോസിസ്റ്റം ഇറ്റ്സ് ലൈക്ക് ഗിവ് ആൻഡ് ടേക്ക്. പ്ലസ് എംപ്ലോയബിലിറ്റി മാത്രമല്ല, അവർക്കൊരു കരിയർ ഗ്രോത്തും കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ തന്നെ നിന്ന് അതിൻ്റെ ക്രിയേറ്റീവ് ഔട്ട്പുട്ട് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഹ്യൂമൻ ഇൻഡിസസിൽ ഏറ്റവും ബെസ്റ്റ് കേരളമാണ്. 100% ലിറ്ററസിയിൽ ഏറ്റവും ബെസ്റ്റ് കേരളമാണ്. ക്ലീൻ ആൻഡ് ഗ്രീൻ എൻവയോൺമെൻറ്റ് നോക്കുവാണെങ്കിൽ കേരളമാണ്. പക്ഷേ എംപ്ലോയ്മെൻറ്റിലേറ്റവും കൂടെ അതിന് ആനുപാതികമായി കൂടുന്നതോടുകൂടി നമ്മുടെ എൻവയോൺമെൻറ്റിൽ തന്നെ ഔട്ട്പുട്ട് കൂടുകയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 17% ആണ് നമ്മുടെ മെഡിക്കൽ ഡിവൈസ് സെക്ടറിൻ്റെ ഔട്ട്പുട്ട് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള രജിസ്റ്റേഡ് കമ്പനീസിൻ്റെ. അത് നമ്മുടെ ഈ പാർക്ക് ഫുള്ളി ഓപ്പറേഷണലൈസ് ആവുകയും അടുത്ത ഒരു 15 to 25 months ഇത് പൂർണ്ണതോതിലാവുന്നതോടുകൂടി തീർച്ചയായും നമ്മുടെ കേരളത്തിൻ്റെ ലോക്കൽ എക്കണോമിയിൽ അത് പ്രകടമായ മാറ്റങ്ങൾ വന്നു തുടങ്ങും. കാര്യം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കമ്പനികൾ പോകുന്നവരിൽ അവരെ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതാണെങ്കിൽ ദേ വിൽ ബി ഹിയർ ഇറ്റ്സെൽഫ്. പിന്നെ അത് മാത്രമല്ല KSID നമ്മുടെ പേരൻ്റ് ഓർഗനൈസേഷൻ്റെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നൊരു പദ്ധതിയുണ്ട്. ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്ന് പറയുന്നത് ക്യാമ്പസുകളിൽ തന്നെ ഇൻഡസ്ട്രിയൽ പാർക്ക് അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈഫ് സയൻസ് ക്യാമ്പസ് മാത്രം, ലൈഫ് സയൻസ് അല്ല, എല്ലാം ഡൈവേഴ്സിഫൈഡ് ആണ്. ഞാൻ എൻ്റെ കൂട്ടത്തിൽ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥികളെ തൊഴിൽ അന്വേഷകർ ആണല്ലോ പൊതുവിൽ നമ്മൾ ജോലി പഠിച്ചു കഴിഞ്ഞാൽ ജോലി അന്വേഷിക്കും. പക്ഷേ ഇതെന്ന് പറയുന്നത് തൊഴിൽ ദാതാക്കളായി മാറ്റുക എന്നൊരു കോൺസെപ്റ്റാണ് അതിനകത്ത്. അപ്പോൾ അവരെ ഇതിൻ്റെ ഒരു സാധ്യത എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ ആ കോഴ്സ് മാത്രമല്ല ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ അതിൻ്റെ അപ്പുറത്തൊരു ഓപ്പർച്യൂണിറ്റിയുടെ മേഖലകൾ ഇവർ ആദ്യമേ അവബോധം സൃഷ്ടിക്കുവാണെങ്കിൽ ദേ ക്യാൻ ഫോർസീ.
ഓക്കെ, ഇത് ഫങ്ഷണൽ ആണോ ഓൾറെഡി? ഇത് ക്യാമ്പസ് ഇൻഡസ്ട്രി പാർക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഈ അക്കാഡമിക് ആയിട്ടുള്ള ഇൻക്യുബേഷൻ സെന്റേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതെ, ഇൻക്യുബേഷൻ സെന്റേഴ്സ് കൂടാതെയുള്ള നെക്സ്റ്റ് ലെവലാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷന്റെ ഒരു പരിധിയിൽ സ്റ്റാർട്ടപ്സുകളുണ്ട്, പക്ഷെ അത് കഴിഞ്ഞ് യു ഹാവ് ടു ഗോ ബിയോണ്ട് ദാറ്റ്. ഇപ്പം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു 4-5 വർഷം കഴിയുമ്പം അവർ നിർത്തിപ്പോകും, അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് ദേ ഹാവ് ടു ഫൈൻഡ് അതർ വേ. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക ഗസ്റ്റേഷൻ പീരീഡ് വളരെ കൂടുതലാണ് ലൈഫ് സയൻസ് മേഖലയിൽ. അപ്പോൾ നമ്മൾ ആ ലെവലിൽ ഹാൻഡ് ഹോൾഡ് ചെയ്തില്ലെങ്കിൽ ഓഫ് കോഴ്സ് ഒരു ഡെത്ത് റേറ്റിലേക്ക് പോകുന്ന കുറച്ച് കമ്പനീസ് എപ്പോഴും ഉണ്ടാവും, പക്ഷേ അത് പ്രോപ്പർ പ്ലാനിങ് ഇല്ലാത്തതിൻ്റെ പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഫിനാൻഷ്യൽ ലിറ്ററസി. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പലരും ഐഡിയ ഒക്കെ വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷേ യു ഹാവ് ടു ഹാവ് ദ പ്രോപ്പർ ഫിനാൻഷ്യൽ ലിറ്ററസി. ഫണ്ട് എങ്ങനെ അട്രാക്ട് ചെയ്യണം, ഫണ്ട് എങ്ങനെ ജുഡീഷ്യസ് ആയിട്ട് യൂസ് ചെയ്യണം, എക്വിറ്റി എന്താണ്, ഷെയർ ഹോൾഡിംഗ് എന്ന പ്രൊമോട്ട് ഇൻവെസ്റ്റ്മെന്റ് എന്താണ്. സോ ദിസ് ഹാസ് ടു ഹാപ്പൻ റൈറ്റ് ഇൻ ദ ബിഗിനിങ് ഇറ്റ് സെൽഫ്. ഇല്ലെങ്കിൽ എന്താ പറയുക, യു വിൽ ബി ഗെറ്റിംഗ് കോംപ്രമൈസ്ഡ്. അപ്പോൾ അത് ആ ഒരു ഗ്യാപ്പ് വി ആർ ട്രൈങ് ടു അഡ്രസ്. അപ്പോൾ ആദ്യമേ ആ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി കൊടുക്കുവാണെങ്കിൽ മാത്രമേ ദേ വിൽ ബി ചാനൽ. ഇല്ലെങ്കിൽ എല്ലാം സ്വയം പഠിച്ച് പരാജയങ്ങളിലൂടെ പഠിച്ച് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലോങ് പ്രോസസ്. അപ്പം പറഞ്ഞ പോലെ തന്നെ യു ഹാവ് ടു ലുക്ക് അറ്റ് ദി ഫെയിലിയേഴ്സ്. എന്തുകൊണ്ടാണ് അവർ ഫെയിലിയർ ആവുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന ഇപ്പോൾ ഫിനാൻഷ്യൽ ഇല്ലിറ്ററേറ്റ് ആകുമ്പോഴാണ് കമ്പനി സക്സസ്ഫുൾ ആവാതെ മാറുന്നത്. ഇപ്പം ചില കമ്പനീസിനൊക്കെ ഒത്തിരി ഫണ്ടിങ് അട്രാക്ഷൻ ഉണ്ട്, പക്ഷേ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റും ദാറ്റ് വിൽ ഓൾസോ ലീഡ് ടു ഫിനാൻഷ്യൽ ഫെയിലിയർ. ഒത്തിരി ഇന്നോവേറ്റീവ് കോൺസെപ്റ്റ് വരുമ്പം യു വിൽ ഗെറ്റ് മോർ പ്രൊമോട്ടേഴ്സ് ടു കം ഇൻ, പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ ഈ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു എർജൻസി പല സ്റ്റാർട്ടപ്സിനും കണ്ടിട്ടുണ്ട്. പ്രോപ്പറായിട്ട് ഈ പറഞ്ഞതുപോലെ നീഡ് അസസ്മെന്റോ ഒന്നും നടത്താതെ ഈ ഇപ്പൊ പുതിയൊരു സെക്ടർ വരെയാണ് ഇപ്പൊ AI. എല്ലാവരും AIക്ക് പുറകെയാണ്. പക്ഷെ അതെ, ആ ഒരു ഹൈപ്പ് വരുന്നതിനനുസരിച്ച് ബൂം ചെയ്യുന്ന സ്റ്റാർട്ടപ്സ് വളരെ കൂടുതലായിരിക്കും. സോ അങ്ങനെയുള്ള സ്റ്റാർട്ടപ്സിന് എന്ത് ഇൻസ്ട്രക്ഷനാണ് സാറിന് കൊടുക്കാനുള്ളത്? ലൈക്ക് എങ്ങനെയായിരിക്കണം അവരൊരു കറക്റ്റ് ആയിട്ടുള്ള പ്ലാനും ഫോക്കസും വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്? അത് ഞങ്ങളിവിടെ ബൂട്ട് ക്യാമ്പ്സ് ചെയ്യാറുണ്ട്. കൃത്യമായിട്ടുള്ള ഇപ്പോൾ കഴിഞ്ഞ ഒരു 4 months മാക്സ് ഞങ്ങൾക്ക് ബൂട്ട് ക്യാമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബൂട്ട് ക്യാമ്പിൽ നമ്മൾ ഈ പറയുന്ന പോലെ VCസിനെയും മെയിൻലി ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി, ബിക്കോസ് ഓരോ സ്റ്റാർട്ടപ്സിനും ദേ ഹാവ് ദെയർ ഓൺ കേപ്പബിലിറ്റീസ്. അപ്പോൾ അത് ദേ വിൽ സംഹൗ വിൽ ഐഡൻറ്റിഫൈ. അവർക്ക് ടെക്നിക്കൽ കൊളാബറേഷനോ ആരാൻ്റെ കൊളാബറേഷനോ വേണ്ടിയിട്ടുള്ള അവരെ കണ്ടു. പക്ഷേ നമുക്ക് അതിനോടൊപ്പം തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്നുള്ളതും. ഈക്വലി ഇമ്പോർട്ടൻ്റ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്നൊരു കമ്പനി എങ്ങനെ റൺ ചെയ്യണം, അതിൻ്റെ ക്യാഷ് ഫ്ലോ ഇൻഫ്ലോ. പ്രത്യേകിച്ച് ലൈഫ് സയൻസ് മേഖലയിൽ നിന്ന് വരുന്നവർ കംപ്ലീറ്റ്ലി ഇല്ലട്രേറ്റ് ആയിരിക്കും ഇതിനകത്ത്. അവരെ നമ്മൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതല്ല. അവരുടെ ഫോക്കസ് കൂടുതലും അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ റിസർച്ച് ഏരിയയെ കുറിച്ചായിരിക്കും. ദേ വിൽ ബി മോർ കൺസേൺ വിത്ത് ദ പ്രൊഡക്റ്റ്. പക്ഷെ അത് മാർക്കറ്റിലേക്ക് എത്തണമെങ്കിൽ സോ മെനി ചലഞ്ചസ് ആർ ദർ. അപ്പം അത് ദാറ്റ് ഹാസ് ടു ബി ദേ ഷുഡ് ബി അവെയർ റൈറ്റ് ഇൻ ദ ബിഗിനിങ്. അതിന് ഇങ്ങനെയുള്ള അക്കാഡമിക് ആയിട്ടുള്ള ബൂട്ട് ക്യാമ്പ്സും ഔട്ട്റീച്ച് പ്രോഗ്രാംസും വഴി നമ്മളവരെ ബോധവാന്മാരാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ടും ചേർന്നും ചെയ്യുന്നുണ്ട്, നമ്മൾ ഇൻഡിവിജ്വലിയും ചെയ്യുന്നുണ്ട്. ഇത് പബ്ലിക് കോളേജസിൽ മാത്രമാണോ പ്രൈവറ്റ്? അല്ല, നമ്മൾ അതങ്ങനെ റെസ്ട്രിക്ഷൻ ചെയ്തിട്ടില്ല. എനിവൺ ഇൻ ദാറ്റ് ഏരിയ. ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളായിട്ട് നിൽക്കുന്ന ഇപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ ബൂട്ട് ക്യാമ്പിൽ പ്രായം 50 year ഉള്ള ആളും വന്നിട്ടുണ്ട്. കോളേജസിൽ നിന്ന്. ഇത് കൂടാതെ കോളേജസിൽ നിന്ന് നമുക്ക് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം നമ്മൾ ഈക്വലി പറയാറുണ്ട്. ഇപ്പോൾ സാധാരണ ലൈഫ് സയൻസ് മേഖലകളിൽ വരുന്നത് പലപ്പോഴും പ്രോജക്റ്റുകളാണ് സ്റ്റാർട്ടപ്പുകളായി മാറുന്നത്. എല്ലാ മേഖലകളിലും അങ്ങനെയാണല്ലോ. പക്ഷേ നമ്മുടെ ഒരു ലൈഫ് സയൻസ് സെക്ടറിൽ ഒരു യുണീക്ക് കേസാണ്. ഒരു യുണീക്ക് കേസാണ്. നമ്മൾ മാർക്കറ്റ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ടേ നമ്മളതിലേക്ക് ഇറങ്ങാവും. ഇപ്പം പ്രോജക്റ്റ് വിറ്റ് മേ ബി യുണീക്ക്, പക്ഷേ അതിന് സ്കെയിലബിലിറ്റി കാണത്തില്ല, സ്കെയിലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ എങ്ങനെയാണ് അസസ് ചെയ്യുന്നത്? ഇപ്പോൾ ഇവിടെ അപ്രോച്ച് ചെയ്യുന്ന ഒരു കമ്പനി ആകാം, ഈവൻ ഇഫ് ഒരു 3 years കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ അസസ് പല രീതിയിൽ ഒബ്സർവ് ചെയ്തെങ്കിലും അവർക്ക് പോസിറ്റീവായിട്ട് തോന്നും. നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പം നമുക്ക് ആ ഒരു സ്കെയിലബിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇനിഷ്യൽ സ്റ്റേജിൽ ചിന്തിക്കില്ല. അത് ഭയങ്കരമായിട്ട് ഡിബേറ്റ് ചെയ്താൽ മാത്രമേ ഇപ്പം അതൊരു 70% സക്സസ്ഫുൾ ആകില്ല എന്ന് ചാൻസ് ഉള്ള കമ്പനീസോ അല്ലെങ്കിൽ പ്രോഡക്ട്സ് ഇവിടെ Bio360 അപ്രോച്ച് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ എന്തൊക്കെ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് അതിനെ അസസ് ചെയ്യുന്നത്? ഞങ്ങൾ അങ്ങനെ കുറച്ച് കമ്പനീസിനെ നോട്ടീസ് ചെയ്യും. അപ്പം നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് യു ഗോ വിത്ത് എ കൺസൾട്ടൻറ്റ് പ്രോപ്പർലി. ഇപ്പം ചില കമ്പനീസിനാണ് പ്രോപ്പർ റെഗുലേറ്ററി അപ്രൂവൽസ് എടുത്തെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർക്കൊരു കൺസൾട്ടൻ്റെ സഹായത്തോടുകൂടി മുന്നോട്ട് പോയില്ലെങ്കിൽ ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദം. ഇപ്പം നിലവിൽ നമുക്ക് ക്ലിപ്പിൻ്റെ ഒരു മാൻ പവർ വെച്ച് കുറച്ച് പരിമിതികളുണ്ട് എല്ലാ കാര്യങ്ങളിലേക്കും ഔട്ട്റീച്ച് ചെയ്യാനായിട്ട്.
അപ്പം വി വിൽ സജസ്റ്റ് നിങ്ങൾ കുറച്ചും കൂടെ ഷേപ്പൺ അപ്പ് ചെയ്യണം നിങ്ങളുടെ പ്രപ്പോസൽസ്. മാർക്കറ്റ് എന്താണെന്ന് യു ഹാവ് ടു ഐഡൻറ്റിഫൈ. പ്രോജക്റ്റ് മാത്രം നന്നായിട്ട് കാര്യമില്ല, ഇറ്റ് ഹാസ് ടു ഗെറ്റ് ഇൻ ടു ദ മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റിലേക്ക് എത്തിയാലും ഇപ്പോൾ നിങ്ങളിപ്പം സൂപ്പർ മാർക്കറ്റിൽ പോവാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓയിൽസ് ആർ ദർ. ഇപ്പോൾ കോക്കനട്ട് ഓയിൽ, പക്ഷെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാവുന്ന ഡിപ്പെൻഡ്സ് ഓൺ പ്രസൻറ്റബിലിറ്റി ആൻഡ് ദ ലൊക്കേഷൻ വേർ ഇറ്റ് ഈസ് ബീങ് പ്ലേസ്ഡ്. ഇപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് ചെല്ലുവാണെങ്കിൽ കാഡ്ബറീസും ജെംസും എല്ലാം ബിൽ കൗണ്ടറിലാണ് വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കുട്ടികളായിട്ട് ചെല്ലുമ്പം ലാസ്റ്റ് ചെല്ലുന്ന കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യും. ഒബ്വിയസ്ലി യു ആർ വിൽ ബി ഫോഴ്സ്ഡ് ടു ഡു ദാറ്റ്. അപ്പോൾ അതേപോലെ ചില സ്ട്രാറ്റജിക്കൽ മാനേവറിങ് ഇല്ലെങ്കിൽ കാര്യങ്ങളുണ്ടെങ്കിലും ഇറ്റ് നോട്ട് റിയലി അത് ഫ്രൂട്ട്ഫുൾ ആവത്തില്ല. അപ്പം അങ്ങനെ ഒരു അഡ്വൈസ് നമ്മൾ പ്രോപ്പർലി കൊടുക്കാറുണ്ട്. പ്രോപ്പർലി ഒരു കൺസൾട്ടന്റിനെ വെച്ച് ചെയ്യാൻ പറയാറുണ്ട്. അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് ചേർന്നിട്ട് നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഗെയിൻ. പല കാര്യങ്ങളും സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ആക്ടിവിറ്റീസ് ആണ് അവർക്ക് ഇയർലി ഫേസിൽ അവർക്ക് ഹെൽപ്ഫുൾ ആകും. ഇപ്പോൾ ലൈഫ് സയൻസ് ഇൻഡസ്ട്രീസ് പാർക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടം കഴിഞ്ഞവർക്ക് മാത്രമേ ഞങ്ങൾക്ക് ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് ചേർന്ന് നമ്മളത് അതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനീസ് അല്ലെങ്കിൽ ഇവിടെ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കമ്പനീസ് അത് സ്റ്റാർട്ടപ്പ് മിഷൻ ത്രൂ തന്നെയാണോ വരുന്നത്? അല്ല, അത് ഇൻഡിവിജ്വലി ആണ്. സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറയുന്നത് മെച്ചുറേഷൻ വരെയുള്ള എല്ലാ സ്റ്റാർട്ടപ്പ് മിഷൻ വഴി വരുന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇൻഡിവിജ്വലി പല R&D ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ വരുന്ന കമ്പനീസും ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഹാൻഡ് ഹോൾഡ് ചെയ്ത് വരുന്ന കമ്പനീസ്. അപ്പോൾ അത് അവരുടെ യുണീക്നെസ് കൊണ്ട് തന്നെ അവർക്ക് ഫണ്ടേഴ്സിനും പ്രൊമോട്ടേഴ്സിനും ഒക്കെ കിട്ടാറുണ്ട്. പക്ഷേ ചിലതിനൊക്കെ സ്റ്റാർട്ടപ്പ് മിഷൻ വഴിയുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിലേ അവർക്ക് മെച്യൂർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ വിൽ ജസ്റ്റ് കണക്ട് വിത്ത് ദം. ആ ഒരു പ്രോസസ്സ് എന്താണ്? ഇപ്പം ഒരു കമ്പനി അപ്രോച്ച് ചെയ്യുകയാണ് Bio360, നിങ്ങൾ എന്തൊക്കെ പ്രോസസ്സാണ് ഫോളോ ചെയ്യുന്നത്? നിലവിൽ നമുക്കിവിടെ ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, ലാൻഡ് ഉണ്ട്, പിന്നെ ടെക്നോളജി ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സായിട്ട് ഇന്നോവേഷൻ സെൻറ്റേഴ്സ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ്. ഇപ്പം ഇൻക്യുബേഷൻ സെൻറ്റർ ഇപ്പം നമ്മുടെ നിലവിലുള്ള ഇൻക്യുബേഷൻ സ്പേസസ് എല്ലാം ഫുള്ളി ഓക്കുപ്പൈഡ് ആണ്. പുതിയ ഇതിൻ്റെ കംപ്ലീഷൻ കഴിയുമ്പോഴേ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി, കൂടുതൽ സ്പേസസ് വരത്തില്ല. അതൊരു സെപ്റ്റംബർ ടു ഒക്ടോബറിൽ കൂടുതൽ ഇൻക്യുബേഷൻ സ്പേസസ് നമുക്ക് വരും. അപ്പോൾ ഇൻക്യുബേഷൻ സ്പേസസ് വരുന്നത് ഈ ഒരു R&D എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായി നിന്ന് അവർക്ക് ഇൻക്യുബേറ്റ് ചെയ്യാൻ പറ്റുന്ന കമ്പനീസിനെ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പം വെറും ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നുകൊണ്ട് മാത്രം നമുക്ക് പക്ഷേ യു ഷുഡ് ഹാവ് എ ക്ലിയർ പ്ലാൻ. അപ്പോൾ എന്താണ് റിക്വയർമെൻറ്റ്, അപ്പോൾ നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ പാർക്കിൻ്റെ ഒരു ഫെസിലിറ്റീസ് എന്താണെന്നുള്ളത് ഔട്ട്റീച്ച് ചെയ്യാനായിട്ട് നമ്മൾ ബയോകണക്ട് ഇൻഡസ്ട്രീസ് കോൺക്ലേവ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കേരളത്തിൻ്റെ റിയൽ സ്ട്രെങ്ത് എന്താണെന്നും പാർക്ക് വിസിറ്റ് ചെയ്യുകയും പാർക്കിൻ്റെ കേപ്പബിലിറ്റീസ് പലർക്കും ഇങ്ങനൊരു പാർക്ക് ഉണ്ടെന്ന് തന്നെ ആദ്യം ഒരു അറിവാണ്. ഈവൻ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനീസിന് പോലും അറിയില്ലായിരുന്നു ഇങ്ങനൊരു ഫെസിലിറ്റി. ഈവൻ എബ്രോഡിൽ നിന്ന് വന്നപ്പോൾ UK നിന്ന് ഡെലിഗേറ്റ്സ് ഉണ്ടായിരുന്നു. ദേ ആർ ഫോറിനേഴ്സ്. ദേ വർ സർപ്രൈസ് ടു സീ സച്ച് ആൻഡ് സച്ച് ഫെസിലിറ്റി. സതേൺ ഇന്ത്യയുടെ ആൾമോസ്റ്റ് എൻഡാണല്ലോ നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഒരു എൻ പോർഷൻ ഇങ്ങനൊരു ക്ലസ്റ്റർ ഉണ്ടെന്ന് തന്നെ അറിയില്ല. ഈവൻ ഇന്ത്യയിൽ തന്നെ ഇത്ര ആക്റ്റീവായിട്ട് ക്ലസ്റ്റർ ഉണ്ടെന്ന് തന്നെ, ബിക്കോസ് പീപ്പിൾ വിൽ ബി മോർ ലുക്കിംഗ് അറ്റ് ബാംഗ്ലൂർ ആൻഡ് ട്രിവാൻഡ്രം ക്ലസ്റ്റർ. പക്ഷേ ഇതൊരു മസ്റ്റൊരു ഡെസ്റ്റിനേഷനായി മാറുകയാണ്. വരും വർഷങ്ങളിൽ കൃത്യമായിട്ട് ഒരു 10 to 15 months 20 monthsനുള്ളിൽ ഇതൊരു മസ്റ്റൊരു ലൈഫ് സയൻസ് ഡെസ്റ്റിനേഷനായിട്ട് മാറും. ഡെഫിനറ്റ്ലി ആ ഒരു ഡെസ്റ്റിനേഷനായിട്ട് മാറും. ഇത് മാത്രമല്ല എംപ്ലോയ്മെൻറ്റബിലിറ്റി, മോർ ആൻഡ് മോർ കമ്പനീസ് വരുന്നതോടുകൂടി എംപ്ലോയ്മെൻറ്റിയും അത് മാത്രമല്ല കരിയർ ഗ്രോത്തും കൂടെ നമ്മൾ ദെൻ ഓൺലി യു വിൽ ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു ഗ്രോ ഓൾസോ. അപ്പോൾ ആ ഒരു 360 ഡയമെൻഷനിലാണ് നമ്മുടെ പ്ലാൻസ് മുഴുവനും. ഇപ്പം ഈ ലീസിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, അത് എത്ര വർഷത്തേക്കാണ്? ലീസിങ് നമ്മൾ പറഞ്ഞത്, ലീസിങ് നമുക്ക് 3 പ്ലാൻസാണ് ഉള്ളത്. 60 years ഉണ്ട്, 90 years സ്കീംസും ഉണ്ട്. 60 yearsൽ അപ് ടു 50 crores വരെയാണെങ്കിൽ യു വിൽ ഹാവ് ദി 60-year ലീസിങ് പ്ലാൻ. 20% ഓഫ് ദി റേറ്റ് ഹാസ് ടു ബി ഫസ്റ്റ് ഇനിഷ്യലി പെയ്ഡ്, ദെൻ 5-year ഇതിൽ യു ക്യാൻ പേ. 50 to 100 crores വരെയാണെങ്കിൽ 60 years ആണ്. പക്ഷേ യു വിൽ ഹാവ് ദി 24 months മൊറട്ടോറിയം ഓപ്ഷൻ വിൽ ബി ദർ. എബോവ് 100 crore ആണെങ്കിൽ യു വിൽ ഹാവ് ദി ലീസിങ് പീരീഡ് ഫോർ 90 years. ഹൈ വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് 1-2 ആക്റ്റീവ് എൻക്വയറീസ് നമുക്കുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്കിപ്പം വളരെ ലോ ലെവൽ എൻക്വയറീസ് ആയിരുന്നു, ഇപ്പോൾ വളരെ വൈബ്രൻ്റ് ആണ്. ഇപ്പോൾ പാർക്കിലേക്ക് വി ആർ ഗെറ്റിംഗ് മോർ ആൻഡ് മോർ എൻക്വയറീസ്. ഇപ്പോൾ നമുക്കിപ്പം ലോങ് ടൈം ഗോളിൽ പാർക്കിൽ ഒരു ഇന്നോവേഷൻ സെൻറ്റർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്നോവേഷൻ സെൻറ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എൻ ഐഡിയ ടു ഇൻഡസ്ട്രി സെൻ്ററാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പം നിലവിൽ നമ്മൾ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നത് മെച്ചുവർ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പാണ് നമ്മൾ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ഇന്നോവേഷൻ സെൻറ്റർ ഇനിഷ്യൽ സ്റ്റേജ് അതിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയായി നിങ്ങൾ പൂർണ്ണതയിലാവുന്നതോടുകൂടി നിങ്ങളൊരു ഐഡിയ ആയിട്ട് വന്നാൽ തന്നെ കംപ്ലീറ്റ് ഹാൻഡ് ഹോൾഡിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. അതൊരു 240,000 square feet ഒരു വലിയൊരു
വലിയൊരു ഇൻക്യുബേഷൻ സെൻ്ററാണ്. സോ അതിൽ പല ടൈപ്പിലുള്ള ഇന്നോവേഷൻസ്, ലൈഫ് സയൻസ് മേഖല ഇന്നോവേഷൻസ് ചെയ്യാൻ പറ്റുന്നൊരു ഫെസിലിറ്റിയാണ്. അപ്പോൾ അതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും ആക്ച്വലി അഡ്വാൻസ്ഡ്. പിന്നെ ഇപ്പം ഡിജിറ്റൽ ഇൻഡസ്ട്രി പ്രോക്സിമിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ബയോ IT-യിലും മറ്റും കുറച്ചധികം കമ്പനീസ് നമ്മുടെ പാർക്കിലേക്ക് എൻക്വയറീസ് വരുന്നുണ്ട്. സെക്ടേഴ്സ് ഒന്ന് ഡിഫൈൻ ചെയ്യാമോ സർ? ലൈക്ക് ഇപ്പോൾ ലൈഫ് സയൻസസ് എന്ന് പറഞ്ഞ ഒരു ബിഗർ ടേം ആണ്. അപ്പം നിങ്ങൾ ഏതൊക്കെ വെർട്ടിക്കൽസ് ആണ് ഇപ്പം എൻക്വയറീസ് കൂടുതൽ വരുന്നത് എന്നുള്ളതൊന്നും? ഇപ്പം നമുക്കിപ്പം കൂടുതൽ ഇപ്പോൾ ലൈഫ് സയൻസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് പോകുന്ന ഫാർമയായിരിക്കും. അതെ, ഫാർമയാണല്ലോ കൂടുതൽ ക്യാച്ചിങ് ആയിട്ട് പോകുന്നത്. ഫാർമയുണ്ട്, ബയോടെക് ഉണ്ട്, മെഡിക്കൽ ഡിവൈസസ് ഉണ്ട്, അഗ്രി ബയോടെക് ഉണ്ട്, ബയോ IT ഉണ്ട്, AI ഉണ്ട്, ഹെൽത്ത് കെയർ ഡിജിറ്റൽ ഹെൽത്ത് കെയർ ഉണ്ട്, ബയോ എനർജി ഉണ്ട്. ഇപ്പോൾ ബയോ എത്തനോൾ, ബയോമെത്തനോൾ ഇതെല്ലാം ഫുഡ് വേസ്റ്റ് ഉണ്ടാക്കാം. സോ ദീസ് ആർ ഓൾ കംസ് അണ്ടർ ലൈഫ് സയൻസ്. അതുപോലെ ആയുർവേദ, സ്പൈസസ് എക്സ്ട്രാക്ട്, റബ്ബർ, so everything by marine, so everything that comes under that has a life that can be placed in ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എടുക്കുവാണെങ്കിൽ നമ്മുടെ ഇത് വി ആർ ഡൈവേഴ്സിഫൈഡ്. അതെ, ഒരുപാട് റിസോഴ്സസ്, പിന്നെ നാച്ചുറലി ബ്ലെസ്ഡ് ആണ്, ഒരുപാട് റിസോഴ്സസ്. ദീസ് ആർ ഓൾ അൺടാപ്ഡ്. ഇതിൻ്റെ ഒരു കൊമേഴ്സ്യൽ ആംഗിളിൽ നമ്മൾ ടാപ്പ് ചെയ്തിട്ടില്ല. നമുക്ക് പരമ്പരാഗതമായ പല കാര്യങ്ങളുണ്ടെങ്കിലും പക്ഷെ അതൊരു ആക്സിലറേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അവിടെയാണ് KLAPയുടെ റോള് വരുന്നത്. ഒരു കാര്യം കൂടി, ഈ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് മിനിസ്റ്റർ പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ എന്തൊക്കെ മാനുഫാക്ചറിങ്ങിനായിരിക്കും ചലഞ്ചിങ് ആയിട്ട് തോന്നുക? ലൈക്ക് ഏതൊക്കെ ഇൻഡസ്ട്രീസിലുള്ള മാനുഫാക്ചറിങ് ആയിരിക്കും ചലഞ്ചിങ് ആയിട്ട്? അപ്പം ഇതിപ്പം നമുക്ക് ഇപ്പോൾ ലാൻഡിന് ദൗർലഭ്യമുള്ളൊരു സംസ്ഥാനമാണ് കേരളം. അതെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പാർക്ക് തന്നെ ഹൈവേയോട് ചേർന്നിരിക്കുന്നത് തന്നെ അതിനൊരു ക്യാച്ചിങ് പോയിന്റ് ആണ്. സാധാരണ നിങ്ങൾ പാർക്കൊക്കെ നോക്കുവാണെങ്കിൽ, ഈവൻ നിങ്ങൾ ഹൈദരാബാദ് പോവുകയാണെങ്കിൽ പോലും ഫാർ അവേ ഫ്രം ദി മെയിൻ സിറ്റി. നിങ്ങളൊരു 30 അല്ലെങ്കിൽ ഒരു 1 hour എങ്കിലും ട്രാവൽ ചെയ്തിട്ടുള്ള ക്ലസ്റ്ററാണ് അതല്ല. പക്ഷേ ദാറ്റ് ഇറ്റ്സ് വിൽ ബി എൻ യൂണിക് ക്ലസ്റ്റർ. പക്ഷേ ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് റൈറ്റ് ഇൻ ദ ഹാർട്ട് ഓഫ് എവറിത്തിങ്. യു ക്യാൻ റീച്ച് എനിവെയർ ഇൻ ദ പാർട്ട് ഓഫ് സിറ്റി ഇൻ 30 to 40 minutes. അപ്പം ലാർജ് സ്കെയിൽ ലാൻഡ് വേണ്ടി വരുന്ന സംരംഭങ്ങൾ നമുക്കിവിടെ ഫിറ്റ് ആവത്തില്ല. ലാർജ് സ്കെയിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ പറയാൻ എനിക്കൊരു 100 acre വേണം, അല്ലെങ്കിൽ 200 acre വേണം, എനിക്കൊരു ഫാർമ സിറ്റി അല്ലെങ്കിൽ ഫാർമ കമ്പനി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി പ്രാക്ടിക്കലി ഡിഫിക്കൽട്ട്. അത് നമ്മുടെ ഒരു എന്താ പറയുക ടോപ്പ് ഒരു ജോഗ്രഫിയുടെ പ്രത്യേകത കൊണ്ട് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനില്ല. നമുക്ക് ചലഞ്ചസ് ഉണ്ട്. പിന്നെ ഹൈ റെസിഡൻഷ്യൽ ഡെൻസിറ്റി ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് ക്ലസ്റ്റർ ഉണ്ടാവുന്നതോടുകൂടി പല തരത്തിലുള്ളവരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ എങ്കിൽ പോലും നമ്മൾ മെഡിക്കൽ ഡിവൈസസ് നമ്മുടെ ഒരു സ്ട്രോങ് ഫുഡ് ഹോൾഡിംഗ് ആണ്. മെഡിക്കൽ ഡിവൈസസിനെ നർച്ചർ ചെയ്യുക, മെഡിക്കൽ ഡിവൈസ് അതിൻ്റെ അനുബന്ധമായിട്ടുള്ള മേഖലകളെ നർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൈമറി ഇത് നമ്മുടെ പാർക്കിലുണ്ട്. രണ്ടാമത് ആയുർവേദ, അത് നമ്മുടെ ഒരു അൺടാപ്ഡ് പൊട്ടൻഷ്യലാണ്. മൂന്നാമത് സ്പൈസസ്, ഇതുമായി ബന്ധപ്പെട്ട്. പിന്നെ മൈക്രോബയോ, പിന്നെ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഇപ്പോൾ ഗവൺമെൻറ് സെൻറ്റർ ഫോർ ന്യൂട്രാസ്യൂട്ടിക്കൽസ് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ഒരു അൺടാപ്ഡ് ഏരിയയാണ്. ഇപ്പം ന്യൂട്രാസ്യൂട്ടിക്കലുമായി ബന്ധപ്പെട്ട് ഒത്തിരി സ്ഥാപനങ്ങളും സ്റ്റാർട്ടപ്സ് ഇപ്പോൾ ഉണ്ട് ഇപ്പം നിലവിൽ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രകൃതിയുടെയും നമ്മുടെ റിസോഴ്സസിൻ്റെയും ഒരു റീജിയൻ സ്പെസിഫിക് ആയിട്ടുള്ള ഇത് വെച്ചിട്ടുള്ള ഒരു പ്രത്യേകത അനുസരിച്ചിട്ടുള്ള കമ്പനീസ് നമുക്ക് ഫ്ലറിഷ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ റീജിയൻ സ്പെസിഫിക് ആയിട്ടുള്ള കേപ്പബിലിറ്റീസ്, പൊട്ടൻഷ്യൽ, അതിനെ ആക്സിലറേറ്റ് ചെയ്യുക. ദാറ്റ്സ് വാട്ട് വി ആർ എയിമിങ്. സോ ബയോ 360-ൽ ഇപ്പോൾ 13 കമ്പനീസോളം കൊളാബറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം അതിനെക്കുറിച്ച് ഏതൊക്കെ സെക്ടറിൽ നിന്നുള്ള കമ്പനീസാണ് എന്ന് ഒന്ന് ഡിഫൈൻ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മുടെ ലൈഫ് സയൻസ് ഇൻഡസ്ട്രീസ് പാർക്ക്, ബയോസിറ്റി ലൈഫ് സയൻസ് ഇൻഡസ്ട്രീസ് പാർക്കിൽ 15ഓളം ഇൻസ്റ്റിറ്റ്യൂട്ട്സും R&D ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി ഉണ്ട്. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വൈറോളജി എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം വൈറോളജി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള R&D ഡെവലപ്മെൻറ്റ്, ടെസ്റ്റിംഗ് കാര്യങ്ങളും, പിന്നെ കൊമേഴ്സ്യൽ ആംഗിളിലുള്ള പല സപ്പോർട്ടിങ്ങിനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും വൈറോളജി സംബന്ധമായിട്ടുള്ള. അപ്പോൾ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ കുറവാണ്. അപ്പോൾ ആ ഒരു യുണീക്നെസ് പാർക്കിലുണ്ട്, ഇവിടെ ഉണ്ട്. അത് ഫുള്ളി ഫങ്ഷണൽ ആണ്. അത് ഫുള്ളി ഓപ്പറേഷണലൈസ് ആണ്, ഫുള്ളി ഫങ്ഷണൽ ആണ്. ഫാക്കൽറ്റീസ് ഉണ്ട്, സ്ട്രോങ് R&D എക്കോസിസ്റ്റം എല്ലാം അവർക്ക് വൈബ്രൻ്റ് ആണ്, വളരെ ആക്റ്റീവാണ്. അതൊരു യൂണീക്ക് കേപ്പബിലിറ്റിയാണ്. അപ്പോൾ വൈറോളജി സംബന്ധമായിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾക്കും വൈറോളജി സംബന്ധമുള്ള ടെസ്റ്റിങ്ങുകൾക്കും യു ഹാവ് ദാറ്റ് പൊട്ടൻഷ്യൽ ടു ആക്സസ് വിത്ത് ദം. രണ്ടാമത് നമുക്കിവിടെ കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ ഒരു ബയോടെക് ട്രെയിനിങ് സെൻ്റർ ഉണ്ട്.
ഓക്കെ. അപ്പോൾ ആ ബയോടെക് ട്രെയിനിങ് ചിലപ്പോൾ സ്കിൽഡ് മാൻ പവർ. ഇപ്പോൾ ഏതൊരു കമ്പനി മൂവിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ആദ്യം നോക്കുന്നത് എന്താ, ടാലൻറ്റ് പൂൾ, ഈസി അക്സസിബിൾ ആയിട്ടുള്ള ടാലൻറ്റ് പൂൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അവർ നോക്കുന്നത്. അപ്പം ഈസിലി അക്സസിബിൾ ആയിട്ട് ടാലൻറ്റ് പൂൾ ഉള്ളതിനോടൊപ്പം തന്നെ ദേ ഹാവ് ടു ബി ട്രെയിൻ റെഗുലർലി. മാറുന്ന ടെക്നോളജി, മാറുന്ന ഇതും അനുസരിച്ചിട്ടുള്ള ടെക്നോളജി ട്രെയിനിങ് ദേ ഹാവ് ടു അണ്ടർഗോ. പിന്നെ അനിമൽ ടെസ്റ്റിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ് സാധാരണഗതിയിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ലഭ്യമാവത്തില്ല. അപ്പോൾ അത് വെറ്റിനറി പ്രത്യേകിച്ച് ലൈഫ് സയൻസ് മേഖലകളിൽ അത് വളരെ അത്യാവശ്യം കൂടാണ്. അപ്പോൾ ആ ഒരു ട്രെയിനിങ് കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റിയോട് ചേർന്ന് നമ്മുടെ സ്മോൾ അനിമൽ ടെസ്റ്റിംഗ് ഫെസിലിറ്റിയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ട്രെയിനിങ് ദാറ്റ് അഡ്രസ് സ്പെസിഫിക്കലി ടു ദ റിക്വയർമെൻറ്റ് ഓഫ് ദ ഫീൽഡ്. അപ്പോൾ ഈ പാർക്കിലേക്ക് വരുന്ന കമ്പനീസിന് ഇങ്ങനെ ഒരു ട്രെയിൻഡ് മാൻ പവർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ കൻ ഡയറക്ട്ലി റിക്രൂട്ട് ഫ്രം ദം. അതുപോലെ സ്റ്റുഡൻസ് ദേ ദംസെൽഫ് കാൻ ആൾസോ എക്വിപ്പ് വിത്ത്. ഇപ്പം പണ്ടത്തെ കാലമല്ല, പണ്ടത്തെ പോലെ ഡിഗ്രി മാത്രമല്ലല്ലോ ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ്, നിങ്ങളുടെ സ്കിൽ സെറ്റാണ് നോക്കുന്നത്. ഡസൻ മാറ്റർ നിങ്ങൾ ഇന്ന ഒരു ഡിഗ്രി ഉണ്ടെന്നുള്ളതിൽ നിങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്നില്ല. ബട്ട് ഇഫ് യു ഹാവ് ദ സ്കിൽ സെറ്റ് യു ക്യാൻ അപ്രോച്ച്. ഇപ്പം ആൾക്കാർ നോക്കുന്നത് നിങ്ങളുടെ എംപ്ലോയബിലിറ്റിയാണ്, അല്ലാതെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് മാത്രം ദാറ്റ് വിൽ നോട്ട് ഫിച്ച് യു എ പൊസിഷൻ. ഒരു ഇന്റേൺഷിപ്പിനേക്കാളും കൂടുതൽ ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ. അപ്പോൾ യു ഹാവ് ടു എക്വിപ്പ് യുവർ സെൽഫ്. അപ്പോൾ നിങ്ങൾ സ്വയം എക്വിപ്പ് ആയി മാത്രമേ അതിനകത്ത്, അപ്പോൾ ആ ഒരു എക്കോസിസ്റ്റം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇഫ് ദേ ഹാവ് ടു പോളിഷ് ദംസെൽഫ്, നിങ്ങളുടെ ഒരു ട്രെയിനിങ് മാപ്പ്, നിങ്ങൾ സ്കിൽ പവർ ട്രെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്കോസിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വൈറോളജി ട്രെയിനിങ് വേണ്ടി ദേ ആർ ഗിവിങ് വൈറോളജി ട്രെയിനിങ്, അതുമായി ബന്ധപ്പെട്ടുള്ള സ്കിൽ ട്രെയിനിങ് അവർ കൊടുക്കുന്നുണ്ട്. സെൻറ്റർ ഫോർ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഉണ്ട് നമ്മുടെ പാർക്കിൽ തന്നെ. ഇപ്പോൾ സെൻറ്റർ ഫോർ ന്യൂട്രാസ്യൂട്ടിക്കൽ റീസെൻ്റ്ലി ഫോം ചെയ്ത ഓർഗനൈസേഷനാണ്. അപ്പം നമുക്ക് സാധാരണഗതിയിൽ വാല്യൂ അഡിക്റ്റഡ് ഫുഡ് പ്രൊഡക്ട്സും മറ്റു കാര്യങ്ങളും, പക്ഷേ അതല്ല അതിൻ്റെ അപ്പുറത്തേക്ക് സാധ്യതകളുള്ളൊരു മേഖലയാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ. കേരളത്തിന് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡെഡിക്കേറ്റഡ് ഓർഗനൈസേഷൻ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരിയധികം സ്റ്റാർട്ടപ്പുകൾ ഈ മേഖലകളിൽ വരുന്നുണ്ട്. പക്ഷെ അവർക്കൊരു ഹാൻഡ് ഹോൾഡിംഗ് വേണമെങ്കിൽ ഒരു R&D ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ബാക്കിംഗ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ആക്സലറേറ്റ് ദർ ഗ്രോത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസും R&D ഫെസിലിറ്റീസും എല്ലാം ഈ സ്ഥാപനത്തിലുണ്ട്. ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ഡൊമൈനെ എൻറിച്ച് ചെയ്യുന്ന ഹാൻഡ് ഹോൾഡിംഗ് അപ്പോൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ CSR നിസ്റ്റ് വരുന്നത്, CSR NISTയുടെ പുതിയ ക്യാമ്പസ് വരുന്നത് ദാറ്റ് ഇസ് ഫോർ ഇന്നോവേഷൻ ആൻഡ് എൻ്റർപ്രണർഷിപ്പ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ ഒരു റീജിയൻ സ്പെസിഫിക് റിക്വയർമെൻറ്റിനെ ആക്സിലറേറ്റ് ചെയ്യുന്ന എല്ലാ ഫെസിലിറ്റീസും ഒരുക്കുന്ന ഒരു ആയുഷ് ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ് വരുന്നുണ്ട്, സ്പൈസസ് വരുന്നുണ്ട്, റബ്ബർ വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ റിസോഴ്സസ് വരുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ആക്സിലറേഷൻ ചെയ്യുന്ന എല്ലാ ടെസ്റ്റിങ്ങും R&D ഫെസിലിറ്റീസും എക്സ്പോർട്ടിനും മാനുഫാക്ചറിങ്ങിനും വേണ്ടിയിട്ടുള്ള സ്കെയിലബിലിറ്റി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബയോ E3 പോളിസി റീസെൻ്റായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത്, E3 പോളിസി പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബയോ E3 പോളിസിയുടെ ഒരു ഭാഗമാണ് ബയോ മാനുഫാക്ചറിങ് ഹബ്ബ്. അത് നമ്മൾ ഈ പാർക്കിൽ CSR നിസ്റ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ബയോ മാനുഫാക്ചറിങ് ഹബ്ബ് വരുന്നതോടുകൂടി തന്നെ പല ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഫുഡ് പ്രോസസ്സിംഗ് ആണെങ്കിലും ന്യൂട്രാസ്യൂട്ടിക്കൽസിലാണെങ്കിലും അവർക്ക് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആ ഫെസിലിറ്റി വരുന്നതോടുകൂടി സാധിക്കും. ഈ ബയോ E3 പോളിസി തന്നെ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ ഈ ഒരു ഇതിൻ്റെ ഒരു സ്കെയിലപ്പിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് കൊണ്ടുവരിക. നമ്മുടെ ഔട്ട്പുട്ട് ഈ മേഖലയിൽ നിന്ന് ബയോടെക് മേഖലയിൽ നിന്നുള്ള ഔട്ട്പുട്ട് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബയോ E3യുടെ പോളിസിയുമായി ബന്ധപ്പെട്ട് തന്നെ അതിൻ്റെ ഒരു ഭാഗമാകാനും ഉള്ള പരിശ്രമം പാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റീസ് മാത്രമല്ല യൂണിയൻ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള എല്ലാ പദ്ധതികൾക്കും അതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ പ്രവർത്തനം. അപ്പം എന്താ പറയുക, കേരളത്തിൻ്റെ മാനുഫാക്ചറിങ് ഔട്ട്പുട്ട് മാത്രമല്ല രാജ്യത്തിൻ്റെ ഒരു ഔട്ട്പുട്ട് സെൻ്ററായിട്ട് ഒരു മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറുക എന്നൊരു ലക്ഷ്യം കൂടെ ഉണ്ട്. അപ്പം ഒരു ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷനായിട്ട് തന്നെ മാറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വരാനായിട്ട്, ആക്ച്വൽ റിയലൈസേഷൻ വരാനായിട്ട് ഈ ഒരു മേഖലയുടെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ ഇറ്റ് വിൽ ടേക്ക് ലിറ്റിൽ മോർ ടൈം, ഒരു 15 to 20 months എങ്കിലും എടുക്കും. പക്ഷേ ഡെഫിനറ്റ്ലി ഒരു എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഒരു 10 monthsനുള്ളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ഈ കമ്പനീസ് ഓപ്പറേഷനായി തുടങ്ങി തന്നെ ഇതൊരു ലൈഫ് സയൻസ് മേഖലയിലുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള യൂത്ത്സിന് എംപ്ലോയ്മെൻറ്റ് വന്നു തുടങ്ങും. അത് ഡെഫിനറ്റ്ലി ഉടനെ തന്നെ അത് റിഫ്ലക്റ്റ് ആയി തുടങ്ങും. ഇപ്പോൾ തന്നെ ഒരു 15ഓളം കമ്പനീസ് ഉണ്ട്. ഇവർ ഫുള്ളി ഓപ്പറേഷനൈസ് ആവുന്നതോടെ തന്നെ അത് വന്നു തുടങ്ങും. അപ്പോൾ ഒരു 5000ഓളം പേര് ഒരു തൊഴിലവസരം സൃഷ്ടിക്കപ്പെടുന്ന ഒരു അടുത്ത ഒരു 2 to 3 yearsനുള്ളിൽ ആകപ്പെടുന്ന ഡെസ്റ്റിനേഷനായിട്ട് അത് മാറുന്നത്. കറൻ്റ്ലി ഇവിടെയുള്ള ബാക്കി ഇൻക്യുബേറ്റേഴ്സ് ആയിട്ടുള്ള കമ്പനീസ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമുക്ക് 8 കമ്പനീസ് വന്നിട്ടുണ്ട്.
അതിൽ തന്നെ ഒരു 70 to 80% മെഡിക്കൽ ഡിവൈസ് സെക്ടറിലാണ്. ഓക്കെ. അപ്പോൾ അതാ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ കേപ്പബിലിറ്റി സ്ട്രെങ്ത് എന്ന് പറയുന്നത് മെഡിക്കൽ ഡിവൈസസ് ആണ്. സ്റ്റാർട്ടപ്പുകൾ നോക്കുവാണെങ്കിൽ മെഡിക്കൽ ഡിവൈസിലാണ് കൂടുതൽ ഇന്നോവേഷൻസ് വരുന്നത്. പൂർണ്ണമായും മെഡിക്കൽ ഡിവൈസസ് ആണെന്നല്ല, പക്ഷേ ലോട്ട് ഓഫ് ഇന്നോവേഷൻസ്. ഇപ്പം അതൊരു ഓവർലാപ്പിംഗ് ഫീൽഡാണല്ലോ. നമുക്ക് ബൗണ്ടറീസ് ഡിഫൈൻ ചെയ്യാൻ പറ്റത്. ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് ബയോളജി പഠിച്ച ഒരാൾ തന്നെ ചെയ്യണമെന്നും ഇല്ല. ഒത്തിരി എഞ്ചിനീയേഴ്സിന് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണ് ഇപ്പോൾ എക്സോസ്കെൽട്ടൺ. യു നീഡ് നോട്ട് വാണ്ട് ടു സ്റ്റഡി ബയോളജി ആൻഡ് ഡു. ഇവിടെ ഒരു ഡെന്റൽ പ്രൊഡക്ട്സിന്റെ കമ്പനി വരുന്നുണ്ട്. ഈസ് ആൻ ആക്ച്വലി ഡെന്റൽ ഡോക്ടർ. സാസ്കാൻ അതൊരു ഓറൽ ക്യാൻസർ ഡിറ്റക്ഷൻ പ്ലാറ്റ്ഫോമിൽ സ്റ്റാർട്ട് ചെയ്തതാണെങ്കിലും അവരിപ്പോൾ ദേ ആർ ഡൈവേഴ്സിഫൈങ്. സാസ്കാൻ, ആൽവസ്റ്റോൺ, ദേ ആർ കമ്മിങ് ഔട്ട് വിത്ത് ഫാർമ പ്രൊഡക്ട്സ്. ലിവിഡസ്, ദേ ആർ കമ്മിങ് വിത്ത് ഫാർമ പ്രൊഡക്ട്സ്. അതേപോലെ പ്ലുവിയാഗ ഉണ്ട്, അക്യൂബിറ്റ്സ് ഉണ്ട്. ഇതൊക്കെ ബയോ ഐ.ടിയും മറ്റ് മേഖലകളിലും ഒക്കെ ഉള്ള ഡൈവേഴ്സിഫൈഡ് കമ്പനീസാണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷേ എങ്കിൽ തന്നെ അതിൽ തന്നെ ഭൂരിപക്ഷവും മെഡിക്കൽ ഡിവൈസസിലാണ്. പക്ഷേ വി ആർ ഒരു ഡിസ്കഷനിലിരിക്കുന്ന പല കമ്പനീസിൻ്റെയും പോർട്ട്ഫോളിയോ കുറച്ച് ഡൈവേഴ്സിഫൈഡ്. അതിൽ ഗ്രീൻ എനർജി ഉണ്ട്, ബയോ എനർജി ഉണ്ട്, ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വരുമ്പോൾ ഒരു ഡൈവേഴ്സിഫൈഡ് എക്കോസിസ്റ്റം ആയിട്ട് മാറും. അപ്പോൾ അത് ട്രൂലി ഒരു ലൈഫ് സയൻസ് ഡെസ്റ്റിനേഷൻ, അതായത് ബയോ ട്രൂലി ലൈഫ് സയൻസ് ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറും. അപ്പോൾ ഞങ്ങൾ ഒരു പർട്ടിക്കുലർ ഇതിന് മാത്രമായിട്ട് നമ്മൾ പരിമിതപ്പെടുത്തുന്നില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ട് നമ്മൾ എല്ലാത്തിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനും അവരുടെ ഒരു ഗ്രോത്ത് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്കോസിസ്റ്റമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ പോലും മെഡിക്കൽ ഡിവൈസസ് എന്നുള്ളത് നമ്മുടെ ഒരു സ്ട്രോങ് ഹോൾഡ് ആയതുകൊണ്ട് വി ആർ ഗിവിങ് ലിറ്റിൽ ബിറ്റ് പ്രോമിനൻസ് ടു ദാറ്റ്. കാര്യം അതിൽ നമുക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓൾറെഡി നമുക്ക് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടും വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഫേംസ് ഉള്ളത് കാരണം തന്നെ പലതും ഇപ്പം അഗാപ്പെ, ഡെൻ പ്രൊഡക്ട്സ്, പെൻപോൾ, ഇതെല്ലാം തന്നെ നമ്മുടെ ഒരു ബ്രാൻഡ് നെയിംസ് ആണ്. ഒരുപക്ഷെ കേരളത്തിൽ ഉള്ളവർക്ക് എത്ര പേർക്ക് അറിയാവുന്ന സംശയമാണ്. പക്ഷേ ഒരു സെക്ടറിൽ നിൽക്കുന്നവർക്കറിയാം ദേ ആർ ട്രൂ ലീഡേഴ്സ്. ഓക്കെ സർ, ഒരു എൻനോട്ട് എന്നുള്ള രീതിയിൽ നമ്മളുടെ ഇപ്പം ഓൺടർപ്രണേഴ്സിനും സ്റ്റുഡൻസിനും അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ആളുകൾക്കും സാറിൻ്റെ അടുത്തുനിന്നുള്ളൊരു മെസ്സേജ് എന്തായിരിക്കും? ഒരു അനന്ത സാധ്യതയുടെ മേഖലയാണ് ലൈഫ് സയൻസ്. ഇപ്പം നോക്കുവാണെങ്കിൽ ഇപ്പം US പോളിസി ആണല്ലോ ഇപ്പം എല്ലാവരും പലതും നോക്കിക്കാണും. മാറ്റങ്ങളുടെ മുന്നൊരുക്കങ്ങൾ പലർക്കും സംഭവിച്ചെങ്കിൽ നമ്മൾ വിദേശത്തോട്ട് നോക്കിയാണല്ലോ ചെയ്യുന്നത്. ഒരു 2 ഡൊമൈൻസേ അവർ നോക്കുന്നുള്ളൂ. ഒന്ന് സ്പേസ്, 2 ലൈഫ് സയൻസ്. അതേപോലെ മറൈൻ സെക്ടർ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സ്പേസിൽ ഒത്തിരി ഇന്നോവേഷൻസ് തുടങ്ങും. സോ മെനി പ്രൈവറ്റ് പ്ലേയേഴ്സ് ആർ കമ്മിങ് ഇൻ. അപ്പോൾ അതേപോലെയാണ് ലൈഫ് സയൻസ് സെക്ടർ. ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ്സും ഇപ്പം നോക്കുവാണെങ്കിൽ ഇപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു ആവിർഭാവം നോക്കുവാണെങ്കിൽ ബയോളജിയുടെ ഒരു ഗ്രോത്ത് ഈസ് ലിങ്ക് ടു ദാറ്റ് സൂപ്പർ കമ്പ്യൂട്ടിങ്. ഇപ്പോൾ നമുക്കിപ്പം ഒത്തിരി ഇപ്പോൾ ജീനോ പ്രൊഡിക്ഷനൊക്കെ വരണമെങ്കിൽ യു നീഡ് ടു ഹാവ്. സോ ഇതൊരു ലൈഫ് സയൻസ് സെക്ടർ വിൽ മേക്ക് യുവർ ഡെസ്റ്റിനി. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒത്തിരി സാധ്യതയുള്ള ഒരു മേഖലയാണ്, അൺടാപ്ഡ് ആണ്. ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇറ്റ്സ് ഒരു 360-degree ഡെസ്റ്റിനേഷനായിട്ട് മാറുന്ന ഒരു സെൻ്ററാണ് ഈ ലൈഫ് സയൻസ് ഇൻഡസ്ട്രീസ് പാർക്ക് ഫോർ സ്കിൽ ഡെവലപ്മെന്റ്. അപ്പം ഇറ്റ്സ് ലൈക്ക് എ ഡെവലപ്പ് നെറ്റ്വർക്ക് ആൻഡ് ആക്സിലറേറ്റ്. ദിസ് ഇസ് ദ DNA. So we are branding it as a DNA, develop network and acceleration. You come in with your idea, you go out with an industry. Yes. Thank you, Dr. Praveen, for this wonderful information that you have shared with Health Commune. ഞങ്ങൾ ഭയങ്കര ഫോർച്ചുനേറ്റ് ആണ് കേരളത്തിലെ ഫസ്റ്റ് ലൈഫ് സയൻസസ് പാർക്കിൻ്റെ ഫസ്റ്റ് CEO ആയിട്ട് ഇങ്ങനെയൊരു ഡിസ്കഷൻ വരുന്നതിൽ. ഉറപ്പായിട്ടും ഡിസ്കസ് ചെയ്ത പോലെ KLIP അതുപോലെ ബയോ 360 പോലെ ഒരുപാട് പാർക്സ് കേരളത്തിൽ ഒട്ടാകെ വരട്ടെ. അതിൻ്റെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ടൈം ലൈൻസിൽ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വളരെയധികം ഫേവറബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് സയൻസസ് ഹബ്ബായിട്ട് തന്നെ കേരളം ഡെവലപ്പ് ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.